ഹരേ കൃഷ്ണ. എല്ലാവർക്കും സ്വാഗതം. ഭഗവത്ഗീതയുടെ ഓവർവ്യൂ സെഷന്റെ ഗീതാ രഹസ്യം എന്ന ഈ സെഷനിലെ 15ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. നിങ്ങളുടെ വിലയേറിയ സമയം ഇതിനായി എടുത്ത് ഇതിലേക്ക് വരുന്നതിനായി മുന്നിലേക്ക് വരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയംഗം നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 15ാമത്തെ അധ്യായമാണ്. അപ്പോൾ എല്ലാവരും ദയവായിട്ട് മ്യൂട്ടിലിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇടയിലിടയിൽ നമുക്ക് ക്ലാസ് ഡിസ്റ്റർബൻസ് ആകുന്നുണ്ട്. സോ ദയവായിട്ട് എല്ലാവരും മ്യൂട്ടിലാണ് എന്ന് അവരവര് തന്നെ ശ്രദ്ധിക്കുക. ഹരേ കൃഷ്ണ. അജിത കുഞ്ഞുമോൻ മാതാജി ഒന്ന് മ്യൂട്ടിൽ ഇരുന്നാട്ടെ. മുൻമ്യൂട്ടായിട്ട് എഴുതി കാണുന്നത് ഞാൻ ശ്രമിച്ചിട്ട് മ്യൂട്ട് ചെയ്യാൻ എനിക്ക് പറ്റുന്നുമില്ല. ഒന്ന് മ്യൂട്ട് ചെയ്താട്ടെ. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. സോ നമുക്ക് നമ്മുടെ ക്ലാസ് സെഷൻ ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇപ്പം ഞാൻ സരസ്വതി വായിച്ചില്ലേ? ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച. ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാം ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. जय श्री कृष्णा चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद. हरे कृष्णा कृष्ण कृष्णा हरे हरे, हरे राम 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 हरे हरे. मूगं करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनदारिणं परमानन्दमाधवं श्रीचैतन्य ईश्वरं. कदाञ्चन स्मृते अस्मिन् दुष्करं सुकरं भवेत् विस्मृते विपरीतं स्यात् श्रीचैतन्यं नमामि तम्. हरिः ओं तत्सत्. हरे कृष्णा. ഭഗവത്ഗീത രഹസ്യം എന്ന ഭഗവത്ഗീത ഓവർവ്യൂവിന്റെ 15ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 15ാമത്തെ അധ്യായമാണ്. എല്ലാവർക്കും എന്റെ ശബ്ദം ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഓക്കെ, നമ്മൾ എല്ലാ ദിവസവും ചെയ്യാറുള്ളത് പോലെ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത 14ാമത്തെ അധ്യായത്തിന്റെ ചെറിയ ഒരു റീക്യാപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു.
സോ മുൻപോട്ട് പറയാൻ താല്പര്യമുള്ളവര് മുൻപോട്ട് വന്ന് ഒന്ന് പറഞ്ഞാട്ടെ. ഹരേ കൃഷ്ണ. 14-ാമത്തെ അധ്യായത്തിന്റെ ചെറിയൊരു റീക്യാപ്പ്. ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ മുൻപോട്ട് വന്നാട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പറഞ്ഞാട്ടെ സുമ. പ്രഭു ഇന്നലെ എടുത്തത് ത്രിഗുണങ്ങളെ പറ്റിയിട്ടാണ്. സത്വരജതമോ ഗുണങ്ങളെ പറ്റിയിട്ടാണ് ഇന്നലെ എടുത്തത്. അതില് നമ്മള് എങ്ങനെയാണ് അതില് നമ്മള് വീണു പോകുന്നതെന്നും അതിന് എങ്ങനെ പുറത്തു കിടക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നലെ എടുത്തത്. അതില് നമുക്ക് 3 ഗുണങ്ങളാണെങ്കിൽ പോലും ആ 3 ഗുണങ്ങളിലും നമ്മള് പെട്ടുപോയാൽ പോലും ഈ ഭൗതിക ലോകത്ത് വീണ്ടും ജനിച്ചും മരിച്ചും കൊണ്ടിരിക്കണം. അപ്പൊ നമ്മള് ഈ 3 ഗുണങ്ങളിൽ നിന്നും പുറത്ത് കടക്കണമെങ്കിൽ അതിൽ ഒറ്റ എന്താ പറയാ ഒരു കാര്യം മാത്രമേ വേണ്ടുള്ളൂ. അത് ഭഗവാനോടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഭക്തിയാണ്. അതായത് അതിന് ഭഗവാൻ കുറച്ച് ക്വാളിറ്റീസ് പറയുന്നുണ്ട്. അതായത് എന്താ പറയാ നമ്മളെ ഇപ്പൊ ഒരു വ്യക്തി ഈ ത്രിഗുണങ്ങളിൽ നിന്നും അതീതനാണെന്ന് പറയാനുള്ള മീൻസ് ആ വ്യക്തിക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് തീരുമാനിക്കുന്നത് അവര് സുഖദുഃഖങ്ങളെയും മാനാപമാനങ്ങളെയും അതുപോലെ എന്താ പറയാ പിന്നെ കല്ലിനെയും സ്വർണത്തിനെയും ഇത് അതായത് മാനാപമാനങ്ങളെ രണ്ടിനും ഒരുപോലെ കാണുന്ന, സുഖദുഃഖങ്ങൾ വന്നാലും സുഖം വന്നാലും ദുഃഖം വന്നാലും രണ്ടും ഒരുപോലെ എന്താ പറയാ ഹാൻഡിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ സ്വർണത്തിനെയും കല്ലിനെയും വ്യത്യാസം ഇല്ലാതെ കാണുന്ന ഒരു വ്യക്തിക്ക് ഈ ത്രിഗുണങ്ങളിൽ നിന്നും പുറത്തു കടക്കാൻ പറ്റും. പിന്നെ ഇത്രയുള്ളൂ. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച് സുമി മാതാജി. വളരെ സന്തോഷം മാതാജി. വളരെ പ്രധാനപ്പെട്ട ഡിസ്കസ് ചെയ്ത പോയിന്റുകളൊക്കെ പറഞ്ഞു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും മുമ്പോട്ട് വന്നാട്ടെ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാഖിൽ പറഞ്ഞോ. ഇന്നലെ നമ്മള് പ്രകൃതിയുടെ ത്രിഗുണങ്ങളാണ്. മൈക്രോഫോൺ ഒന്നുകൂടെ അടുത്ത് വെച്ച് സംസാരിക്കണം. അപ്പോ കുറച്ച് സൗണ്ട് കുറവായിട്ട് തോന്നുന്നുണ്ട്. ഇന്നലെ പഠിച്ചത് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാണ്. നമ്മള് പുരുഷ മായയുമായിട്ട് എൻടാങ്കിൾഡ് ആവുന്ന ഡിസയർ കൊണ്ടാണ്. അപ്പോ അതിന്റെ അക്രോണിം പഠിച്ചത് ട്രാപ്പ് ആണ്. TRAP. T for 3 modes, R for race for prominence, A for action in the modes, P for pure life. പിന്നെ സത്വ രജ തമസ് ഏത് തരത്തിലുള്ള ആഗ്രഹങ്ങളാണെങ്കിലും ബന്ധനസ്ഥനാവുക തന്നെ ചെയ്യും. സത്വമാണെങ്കിലും രജസ് ആണെങ്കിലും തമസ് ആണെങ്കിലും നമ്മള് ബന്ധനസ്ഥനാവുക തന്നെ ചെയ്യും. അപ്പോ അത് നമുക്ക് ഭക്തിയിലൂടെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ പിന്നെ സത്വ ഗുണമാണ് ഗുഡ്നെസ് എന്ന് പറയുന്നത്. രജോ ഗുണമാണ് പാഷൻ. തമോ ഗുണമാണ് ഇഗ്നോറൻസ്. പിന്നെ ശാസ്ത്രങ്ങളിൽ പുരുഷൻ ശ്രേഷ്ഠൻ ആണെന്ന് പറയുന്നു. കൃഷ്ണ is the seed provider of every species. Quality come from father. പിന്നെ 84 തരം ജീവജാലങ്ങളുണ്ട്. പിന്നെ 84 ലക്ഷം. അതെ, 84 ലക്ഷം ജീവജാലങ്ങളുണ്ട്. പിന്നെ സത്വ ഗുണത്തില് നമ്മൾ സുഖം, ജ്ഞാനം ഇതുവഴിയാണ് നമ്മളെ ബന്ധനസ്ഥനാക്കുന്നത്. രജോ ഗുണത്തില് കർമ്മഫലം കൊണ്ടാണ് ബന്ധനസ്ഥനാക്കുന്നത്. തമോ ഗുണത്തില് പ്രമാദം, നിദ്ര, ആലസ്യം ഇവയൊക്കെയാണ്. പിന്നെ R എന്ന് പറയുമ്പോ റേസ് ഫോർ പ്രൊമിനൻസ്. അതായത് രജോയും തമോയും സത്വഗുണവും തമ്മില് ഒരു യുദ്ധം ഉണ്ടാവും, ടഗ് ഓഫ് വാർ ഉണ്ടാവുന്നുണ്ട്. പിന്നെ വരുന്ന ആക്ഷൻ ഇൻ ദ മോഡ്സ്.
അപ്പോൾ നമ്മള് സാത്വിക ഗുണത്തിലുള്ളവര് അതിന്റെ ഗതിയാണ് അതിൽ പറയണത്. ഓരോ ഗുണത്തിലുള്ളവര് മരിക്കുമ്പോഴുള്ള ഗതി, പിന്നെ പ്യുവർ ലൈഫ്, പ്രൊപ്പറേറ്റർഷിപ്പ്, എൻജോയർഷിപ്പ്, കൺട്രോളർഷിപ്പ്, ഇവ മൂന്നുമാണ് നമുക്ക് നമ്മള് ഇതുമായിട്ട് നമ്മളാണ് ഇത് ചെയ്യുന്നതെന്ന് തോന്നാൻ കാരണം ആരാണ് ഇത് മറികടക്കുന്നത്, അദ്ദേഹം ഭഗവാന്റെ പ്യുവർ ഡിവോട്ടി ആയിരിക്കും. സുഖം, ദുഃഖം, മാനം, അപമാനം, ശത്രുമിത്രം, ഗുണം, ഇതെല്ലാം ഒരേപോലെ കാണുന്നവന് നമുക്ക് അതിനെ മറികടക്കാൻ സാധിക്കും. വെരി ഗുഡ്, എക്സലന്റ് രാഖിൽ പ്രഭു, വെരി ഗുഡ്, താങ്ക് യു സോ മച്ച് പ്രഭു. അതായത് എനിക്ക് വളരെ നല്ലൊരു ചേഞ്ച് തന്നെ രാഖിൽ പ്രഭുവിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ആദ്യം അതായത് കുറച്ച് ദിവസം മുമ്പ്, 4-5 ദിവസം മുമ്പ് പ്രഭു ആദ്യമായിട്ട് പറയാൻ വന്നപ്പോ പ്രഭു കുറച്ചൊരു ഭയം, അല്ലെങ്കിൽ അങ്ങോട്ട് പറയാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ നൗ യു ആർ ഫ്രീ. വളരെ ക്ലിയർ ആയിട്ട് അതിലെ പോയിന്റുകൾ നോട്ട് ചെയ്യുന്നത്, വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ പ്രഭു വളരെ ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് അത് വന്ന് പറഞ്ഞു തന്നതിൽ വളരെ സന്തോഷം പ്രഭു, വളരെ സന്തോഷം പ്രഭു. നല്ലൊരു ഇങ്ങനെ ഈ ഒരു പ്രസന്റേഷനിൽ തന്നെ പ്രഭുവിന്റെ ഇംപ്രൂവ്മെന്റ് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച് രാഖിൽ പ്രഭു, ആൻഡ് ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ എഫേർട്ട്. ആൻഡ് പ്രഭു നോട്ടുകളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് എടുക്കുന്നുണ്ട്. നോട്ടുകൾ ക്ലിയർ ആയിട്ട് എടുക്കുക എന്നതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? യു ആർ ക്യാച്ചിങ് ദ പോയിന്റ് കറക്റ്റ്ലി. അതായത് ആ പ്രധാനപ്പെട്ട പോയിന്റുകൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് കൂടെയാണ് അതിന്റെ അർത്ഥം. ഇതിൽ നിന്ന് ഈ പ്രസന്റേഷൻ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. സോ താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് സുമി മാതാജി ഓൾസോ. വളരെ സന്തോഷം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ് അഡീഷണൽ ആയിട്ട് പറയാനുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭുജി, ഒറ്റ പോയിന്റുള്ളൂ എനിക്ക് പറയാൻ ഈ പറഞ്ഞതിൽ പറഞ്ഞാലും വ്യത്യസ്തം. തീർച്ചയായിട്ടും പറഞ്ഞാൽ. അതായത് ഗുണാതീതനായ ഭഗവാനെ അറിഞ്ഞാൽ ഈ ത്രിഗുണങ്ങളിൽ നിന്നും നമുക്ക് അതിജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്. വെരി ഗുഡ്, യെസ്, വെരി ഗുഡ്, താങ്ക് യു സോ മച്ച് രുക്മിണി മാതാജി. അതായത് ഭഗവാൻ എന്ന് പറയുന്ന ഗുണത്തിന്റെ അതീതനാണ്. ഈ സത്വരജസ് തമോ ഗുണത്തിനും അതീതനാണ്. അതിൽ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന അധ്യായത്തിലും അതിനെക്കുറിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. ക്ഷര അക്ഷര, അതിന് രണ്ടിനും അതീതനാണ് ഭഗവാൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് വിൽ ഡിസ്കസ് ഇൻ ലേറ്റർ ഇൻ ടുഡേസ് ക്ലാസ്. സോ താങ്ക് യു സോ മച്ച്. എല്ലാവരും നിങ്ങളുടെ വ്യൂ പോയിന്റ് അല്ലെങ്കിൽ ഒരു ചെറിയ റീക്യാപ്പ് നൽകിയതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് എഫേർട്ട്. ഹരേ കൃഷ്ണ. സോ നമുക്ക് ഇന്നത്തെ നമ്മുടെ സെഷനിലേക്ക് പോകാം. ഇന്നത്തെ സെഷനിലേക്ക് പോകുന്ന നമ്മൾ പറഞ്ഞതുപോലെ 15ാമത്തെ അധ്യായമാണ്. 15ാമത്തെ അധ്യായം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അധ്യായമാണ്. അധ്യായത്തിന്റെ പേരാണ് പുരുഷോത്തമ യോഗം. പുരുഷോത്തമ യോഗം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സോ ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചിട്ടുള്ള വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു തരുന്ന ഒരു ഭാഗം. Let's see. Definitely there are many aspects discussed in the context. നമുക്ക് നോക്കാം. 15ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ദ യോഗ ഓഫ് ദ സുപ്രീം പേഴ്സൺ, അല്ലെങ്കിൽ പുരുഷോത്തമ യോഗം എന്ന് പറയുന്ന ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന 20 ശ്ലോകങ്ങളാണ് നമുക്കുള്ളത്. 1 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് ഭൗതിക ലോകവും ആധ്യാത്മിക ലോകവും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ കുറിച്ചിട്ട് നമുക്കിവിടെ കാണിച്ചു തരികയാണ് ഭഗവാൻ. എന്തൊക്കെയാണ് ഈ 2 ലോകങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് ഉണ്ടാകുന്നത് എങ്ങനെയാണ് ജീവാത്മാക്കള് ട്രാൻസ് മൈഗ്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ജീവനിൽ നിന്ന് മറ്റൊരു ജീവനിലേക്ക് എങ്ങനെ പോകുന്നു, അതിനെ കുറിച്ചിട്ട് ഭഗവാൻ ഉദാഹരണ സഹിതം വ്യക്തമാക്കുന്നുണ്ട്. വി വിൽ സീ ദാറ്റ്. പിന്നീട് 12 മുതൽ 15 വരെയുള്ളത് ഭഗവാൻ കൃഷ്ണന്റെ പൊസിഷനെ കുറിച്ചിട്ട്, ഭഗവാൻ ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ മെയിൻറ്റെയിനർ ആണ് എന്ന ആ തത്വത്തെ വളരെ സ്പഷ്ടമാക്കുകയാണ് 12 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങളിൽ ചെയ്യുന്നത്. 16ഉം 18ഉം പറയുന്നത് വേദങ്ങളുടെയും വേദാന്തത്തിന്റെയും, അല്ലെങ്കിൽ വേദാന്തവും എന്ന് പറഞ്ഞാൽ എന്താണ്, വേദങ്ങളുടെ അവസാനം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഒരു സമ്മറി എന്താണ് എന്ന് പറയുന്നു. 19ഉം 20ഉം ശ്ലോകങ്ങളിൽ ഭഗവാനെ അറിയുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഭഗവാനെ അറിഞ്ഞവൻ സർവജ്ഞാനിയാണ്, എല്ലാത്തിന്റെയും അറിവ് അവനുണ്ട് എന്നുള്ള വസ്തുതയെ കുറിച്ചിട്ട് 19ഉം 20ഉം ശ്ലോകങ്ങളിൽ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇനിയും ഓരോ ശ്ലോകത്തിലേക്ക് നമുക്ക് കിടക്കാം. സോ let me share my screen. എന്റെ സ്ക്രീൻ കാണാൻ സാധിക്കുന്നുണ്ടോ?
രേഷ്മ സ്ക്രീൻ കാണാൻ സാധിക്കുന്നു? പ്രഭു കാണുന്നുണ്ട് പ്രഭു. ഓക്കെ, താങ്ക് യു. സോ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ് ട്രാപ്പ്. നമ്മൾ ഇന്നലെ ഈ ഭൗതിക ത്രിഗുണങ്ങളുടെ ട്രാപ്പിൽ പെട്ടുപോവുകയാണ് ചെയ്തത്. വി ആർ ട്രാപ്ഡ് ഇൻ ദാറ്റ്. സോ അതാണ് 3 മോഡ്സ്: റേസ് ഫോർ പ്രൊമിനൻസ്, ആക്ഷൻസ് ഇൻ ദ മോഡ്സ്, പ്യുവർ ലൈഫ്. ഇതിനെക്കുറിച്ച് നമുക്ക് രാഖിൽ പ്രഭു ഒന്ന് നമുക്ക് റിമൈൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് ഇന്നത്തെ റീക്യാപ്പിൽ. സോ നമുക്ക് എന്നാൽ ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് പോകാം. ഇന്ന് നമ്മൾ പുരുഷോത്തമ യോഗം എന്ന് പറയുന്നത് ഹോം, ഇതാണ് നമ്മളുടെ ഇന്നത്തെ അക്രോണിം, HOME. ഹോം ഓർ ഹോട്ടൽ. H എന്ന് പറയുന്നത് ഹോം ആണോ ഹോട്ടൽ ആണോ, അത് 1 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നു. ഓൺ ആൻഡ് ഓൺ, ഓവർ ആൻഡ് ഓവർ എഗെയിൻ, 6 മുതൽ 11 വരെ നമ്മൾ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ കിടന്ന് കറങ്ങുന്നതിനെ കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നു. മെയിൻറ്റെയിനർ ഓഫ് ദ ബോഡി, മൈൻഡ് ആൻഡ് സോൾ, 12ഉം 15ഉം. ഇത് ഏതൊക്കെ തരത്തിൽ നമുക്ക് ബോഡിയെയും മനസ്സിനെയും, ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് പല തലങ്ങളിൽ ഭഗവാൻ എങ്ങനെയൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഈ 12 മുതൽ 15 വരെ ശ്ലോകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. എസെൻസ് ഇൻ 3 വേഴ്സസ്. ഈ 16 മുതൽ 18 വരെയുള്ള ഇതില് പറയുന്നത് നമുക്ക് എസെൻസ് ഇൻ 3 വേഴ്സസ്. അപ്പൊ ഈ 3 ശ്ലോകങ്ങളിലൂടെ നമുക്ക് ഈ അധ്യായത്തിന്റെ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ഭഗവത്ഗീതയുടെ തന്നെ പല എസെൻസ് നമുക്ക് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഹോം ഓർ ഹോട്ടൽ, നമ്മളെല്ലാവരും ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതില് കുറച്ച് ആൾക്കാരൊക്കെ ഗൾഫ് റീജിയണിൽ ഒന്നുകിൽ എക്സ്പീരിയൻസ് ഉള്ളവരോ അല്ലെങ്കിൽ ഗൾഫിലുള്ളവർ ഇപ്പോൾ തന്നെ ഇപ്പോഴും ഗൾഫിലിരിക്കുന്നുള്ളവരോടുണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ സ്കൂളുകളിലോ കോളേജുകളിലോ ഒക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ഹോട്ടലിൽ എവിടെയെങ്കിലും താമസിച്ച് പഠിച്ചവരാണെങ്കിൽ, അതായത് എന്താ പറയാ, ബോർഡിംഗ് സ്കൂള് അല്ലെങ്കിൽ ദൂരെയുള്ള കോളേജുകളിൽ എവിടെയെങ്കിലും പഠിക്കാൻ പോയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ പരീക്ഷ കഴിയുന്ന ദിവസം നമ്മൾ നോക്കിയിരിക്കുകയാണ്. പരീക്ഷ 5 മണിക്ക് കഴിയുകയാണെങ്കിൽ അടുത്ത ട്രെയിൻ അല്ലെങ്കിൽ അടുത്ത ബസ് പിടിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്താനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീടിനോടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ അമ്മയെയും അച്ഛനെയും കാണാം, സഹോദരങ്ങളുടെ കൂടെ കളിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ കളിക്കാം, അമ്മ വെച്ച് തരുന്ന നല്ല ഭക്ഷണം കഴിക്കാം. ഇപ്പൊ ഹോം ഓർ ഹോട്ടൽ എന്നിവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോട്ടലിൽ നിൽക്കാനാണോ നമ്മുടെ വീട്ടിൽ നിൽക്കാനാണോ നമുക്ക് ആഗ്രഹം? ഒരു ദിവസത്തേക്ക് ഒരു പക്ഷേ ഓക്കെ ഹോട്ടലിൽ പോയി നിൽക്കാമായിരിക്കും. ഒരു പക്ഷെ ഒരു ദിവസമോ 2 ദിവസമോ നമുക്ക് ഒരു ഹോട്ടലിൽ പോയി നിൽക്കാം. പക്ഷെ അത് നമുക്ക് അവിടെ കംഫർട്ട് വരത്തില്ല. സ്ഥിരമായിട്ട് നമുക്കൊരു ഹോട്ടലിൽ നിൽക്കുക എന്നത് നമുക്ക് നടക്കത്തില്ല. നമ്മുടെ വീട് തന്നെയാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിനെപ്പോഴും പിടിച്ചു നിൽക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇന്ന് ഹോം എന്ന് പറയുന്ന അത് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മുടെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ പരമമായ ധാമത്തിലേക്ക് ചെന്നെത്തുക എന്നുള്ളതാണ്. അപ്പൊ ആ ധാമത്തിലേക്ക് പോകുന്നതിനുള്ള വഴിയാണ് നമുക്കിന്ന് ഈ പറഞ്ഞ HOME എന്ന് പറയുന്ന വഴിയിൽ കൂടി നമുക്ക് തെളിച്ചു തരാൻ പോകുന്നത്. അപ്പോ നമുക്ക് നോക്കാം എന്താണ് ഇതിൽ കൂടി നമുക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ ഈ ഇതിൽ നമ്മൾ നെക്സ്റ്റ് ഭാഗത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുൻപ് ഒരു ചെറിയൊരു കഥ കൂടെ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ആ കഥ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ഒരു രാജ്യത്തെ രാജ്ഞി ഒരു കുളത്തിൽ കുളിക്കാനായിട്ട് വന്നു. അങ്ങനെ കുളിക്കാനായിട്ട് വന്ന് ആഭരണങ്ങളൊക്കെ അഴിച്ചു വെച്ച്, അവരുടെ രാജകൊട്ടാരത്തിന്റെ കുളം തന്നെയാണെന്ന് വിശ്വസിച്ചുകൊള്ളുക, അവിടെ ആഭരണങ്ങളൊക്കെ അഴിച്ചു വെച്ച് അവര് കുളിച്ചു കഴിഞ്ഞ് തിരിച്ചു കയറി വന്ന് നോക്കിയപ്പോ അവരുടെ ഏറ്റവും വിലപ്പെട്ട ഒരു നെക്ലേസ് കാണാനില്ല. ഇപ്പൊ നെക്ലേസ് കാണാതായപ്പോ അവര് ഉടൻ തന്നെ ഡ്രസ്സിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് രാജാവിന്റെ അടുത്ത് വന്നിട്ട് രാജാവിനോട് വിവരം പറഞ്ഞു. എന്റെ ഏറ്റവും വിലപ്പെട്ട, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഗിഫ്റ്റ് ചെയ്ത ഒരു നെക്ലേസ് ആയിരുന്നു. ആ നെക്ലേസ് കാണുന്നില്ല. എന്ന് പറഞ്ഞപ്പോ രാജാവ് പറഞ്ഞു, സാരമില്ല, ഞാൻ വേറെ നെക്ലേസ് മേടിച്ചു തരാം. പറഞ്ഞു, പാടില്ല, എനിക്ക് എന്റെ ഈ നെക്ലേസ് തന്നെ വേണം. കാരണം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. സോ അതെനിക്ക് ഒരിക്കലും കളയാൻ സാധിക്കത്തില്ല. എനിക്കത് തന്നെ കിട്ടിയേ മതിയാവൂ. ഉടൻ തന്നെ രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിച്ചു.
ഈ രാജ്ഞിയുടെ ഈ നെക്ലേസ്, കാണാതെ പോയ നെക്ലേസ് കണ്ടുപിടിച്ച് തരുന്നതിനായി സഹായിക്കുന്നവർക്ക് വലിയ അമൂല്യമായ ഗിഫ്റ്റുകളൊക്കെ തരും എന്നൊക്കെ പറഞ്ഞ് രാജാവ് ഈ അനൗൺസ്മെന്റ് ചെയ്തപ്പോഴത്തേക്ക് പല ആൾക്കാർ പല സ്ഥലങ്ങളിൽ പോയി ഈ പറഞ്ഞ ഇതിനു വേണ്ടി തപ്പാനായിട്ട് തുടങ്ങി. അങ്ങനെ തപ്പാനായിട്ട് പോയപ്പോ തപ്പിക്കൊണ്ടിരുന്നപ്പോ ഒരു യുവാവ് ഒരു സ്ഥലത്ത് നിന്നിങ്ങനെ തപ്പുന്നുണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. കുറെ നടക്കുന്നപ്പോ ഒരു സന്യാസി, ഒരു മുനി അതുവഴി പോകാനിടയായി. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങളെ ഇവിടെ തന്നെ കുറച്ചു നേരമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, ഇവിടെ നോക്കുന്നുണ്ടല്ലോ, എന്താണ് ചോദിക്കുമ്പോൾ പറയും, ഇല്ല ഒന്നുമില്ല എന്ന് പറയും. അപ്പൊ പറയും, എന്താണ് എന്നാലും വിഷയം എന്താണ് പറയും. ഇല്ല ഒന്നുമില്ല അങ്ങനെ പറയും. അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇയാൾ വെള്ളത്തിലേക്ക് ഇറങ്ങും. കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു കയറി വരും. അപ്പൊ ഈ സന്യാസി അവിടെ നിൽക്കുകയാണ്. അങ്ങനെ കുറെ നേരം നിന്ന് കഴിയുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ചെന്നിട്ട് സന്യാസിയോട് ചെന്ന് പറയും, ഞാനൊരു കാര്യം പറയാം, പക്ഷേ അതിന്റെ ഷെയർ ഒന്നും എന്നോട് ചോദിക്കരുത്. അതിൽ കിട്ടുന്ന ലാഭം മുഴുവൻ എനിക്കുള്ളതാണ്, അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന എന്ത് പ്രയോജനം ഉണ്ടെങ്കിലും അത് എനിക്ക് മാത്രമുള്ളതാണ്. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങയോട് പറഞ്ഞു തരാം എന്ന് പറയും. സന്യാസി പറയും, ഞാൻ സന്യാസിയാണ്, എനിക്ക് നിങ്ങളുടെ ലാഭത്തിന്റെ ആവശ്യമൊന്നുമില്ല, നീ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടുകൊണ്ട് മാത്രം ഞാൻ ചോദിച്ചതാണ്, ഇത് പറയണമെങ്കിൽ പറഞ്ഞോളൂ എന്ന് പറയും. അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറയും, രാജാവിന്റെ അല്ലെങ്കിൽ ആ രാജ്യത്തെ രാജ്ഞിയുടെ ആ നെക്ലേസ് കാണാതെ പോയത് നിങ്ങൾക്ക് അറിയാമല്ലോ. ആ നെക്ലേസ് ഞാൻ കണ്ടുപിടിച്ചു, പക്ഷെ അതിനെ എടുക്കാൻ സാധിക്കുന്നില്ല. ഞാനിത് ഇതാ ഇവിടെ നോക്കുക, ആ വെള്ളത്തിൽ നിങ്ങൾക്ക് അവിടെ കാണാം, ആ നെക്ലേസ് അവിടെ താഴെ കിടക്കുന്നത് കാണാം. പക്ഷെ ഞാൻ അവിടെ ചെന്ന് കൈയിടുമ്പോൾ എനിക്കത് കിട്ടുന്നില്ല. പല പ്രാവശ്യവും ഞാൻ ചെന്ന് ശ്രമിച്ചു എടുക്കാൻ. നിങ്ങളത് എന്നെ ഒന്ന് എടുക്കാൻ സഹായിക്കാമെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഈ മുനി പറഞ്ഞു, ഇത്രയേ ഉള്ളോ, ഞാൻ പറഞ്ഞു തരാം, ഞാൻ അത് നിനക്കത് എടുത്തു തരാം എന്ന് പറഞ്ഞ് ഉടൻ തന്നെ ആ മുനി നേരെ ആ മരത്തിന്റെ മുകളിൽ കയറി ആ നെക്ലേസ് ആ മരത്തിന്റെ ചില്ലയിൽ ഉടക്കിയിരിക്കുകയായിരുന്നു. ആ നെക്ലേസ് ഒരു കാക്കയോ ഏതോ ഒരു കിളി കൊണ്ടുവന്ന് ആ മരത്തിന്റെ മുകളിൽ കൊണ്ട് വെച്ചിരിക്കുക. കള്ളന്മാര് മോഷ്ടിക്കുകയോ അല്ലെങ്കിൽ വേറെ ഒന്നും നഷ്ടപ്പെട്ടു പോവുകയല്ല ചെയ്തത്. അപ്പൊ ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് കണ്ടത് എന്താണ്? ആ നെക്ലേസ്, ആ മരത്തിന്റെ മുകളിൽ നിന്ന് നെക്ലേസിന്റെ റിഫ്ലക്ഷൻ താഴെ കണ്ടിട്ട് താഴെയാണ് ഇതിരിക്കുന്നത് എന്ന തെറ്റിദ്ധാരണയിൽ ആ ചെറുപ്പക്കാരൻ താഴെ വെള്ളത്തിൽ മുങ്ങി തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ മുനിക്ക് മനസ്സിലായി, ഇത് ഈ കാണുന്നത് റിഫ്ലക്ഷൻ ആണ്, മുകളിലിരിക്കുന്നതിന്റെ റിഫ്ലക്ഷൻ ആണ് ഈ കാണുന്നത് എന്ന് മനസ്സിലാക്കിയ ആ മുനി ആ മരത്തിന്റെ മുകളിൽ കയറി അതെടുത്ത് ആ ചെറുപ്പക്കാരനെ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ചെറുപ്പക്കാരനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ കഥ ഞാനിവിടെ പറഞ്ഞത്? നമ്മുടെ 15-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ നമ്മളിവിടെ ജീവിക്കുമ്പോൾ നമുക്കിവിടെ പലതും നമുക്ക് സുഖകരമായിട്ടോ അല്ലെങ്കിൽ പല രീതിയിൽ നമുക്കത് അനുഭവപ്പെടുന്നുണ്ടാവാം. എന്നാൽ ഇതെല്ലാം നമ്മളിവിടെ അനുഭവിക്കുന്നതും നമ്മളിവിടെ കാണുന്നതും എല്ലാം ആധ്യാത്മിക ലോകത്തിന്റെ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ് എന്നാണ് ഈ ഭഗവത്ഗീതയിലെ 15-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകത്തെ കൊണ്ട് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്താണ് എന്ന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. നമുക്ക് ഈ 15-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പൊ നമ്മൾ കാണുന്ന കാര്യം ഇതാണ്. എന്നാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് ഇതാണ്. സ്പിരിച്വൽ വേൾഡ് വേഴ്സസ് മെറ്റീരിയൽ വേൾഡ്. സ്പിരിച്വൽ വേൾഡ് എന്ന് പറയുന്നത് ലൈക്ക് എ റിയൽ മാംഗോ ട്രീ ഓൺ ദ ബാങ്ക് ഓഫ് എ റിവർ. മെറ്റീരിയൽ വേൾഡ് ലൈക്ക് ദ റിഫ്ലക്ഷൻ ഓഫ് ദാറ്റ് മാംഗോ ട്രീ ഇൻ ദ വാട്ടർ. സോ our material body is a bad copy of our spiritual body. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു, നമ്മൾ ഈ കുളത്തിന്റെ ഇപ്പുറത്തെ കരയിൽ നമ്മൾ നിൽക്കുമ്പോൾ അപ്പുറത്തെ കരയിൽ കാണുന്ന വൃക്ഷങ്ങളുടെ ഒക്കെ റിഫ്ലക്ഷൻ നമ്മൾ താഴെ കാണുന്നു. ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മളിവിടെ കാണുന്നത്? ഇതിന്റെ മുകളിൽ കാണുന്ന ഇലകളും ശാഖകളും ഇവിടെ നേരെ വിപരീതമായിട്ട്, ഇത് മുകളിൽ കാണുന്ന സാധനം ഇവിടെ നമുക്ക് താഴെ കാണും, ഇവിടെ താഴെ കാണുന്ന സാധനം ഇവിടെ മുകളിൽ കാണും. സോ ഇതാണ് നമ്മൾക്ക് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഈ ഒരു പറഞ്ഞ പോയിന്റിന്റെ അർത്ഥം? അവർ മെറ്റീരിയൽ ബോഡി ഈസ് എ ബാഡ് കോപ്പി ഓഫ് അവർ സ്പിരിച്വൽ ബോഡി. ഈ ഭൗതിക ലോകത്തില് നമ്മളുടെ ഈ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതൊരു ഒരു ഒരു എന്താണ് ബാഡ് കോപ്പി എന്നിവിടെ പറയാൻ കാരണം എന്താണ്? ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ശരീരം എന്ന് പറയുന്നത് രക്തവും മലവും മൂത്രവും മുതലായ വേസ്റ്റുകൾ അടങ്ങിയ ഒരു ശരീരമാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ നവദ്വാരങ്ങളിൽ കൂടി വരുന്ന ഏത് വേസ്റ്റ് ആയിട്ട് വരുന്നതാണെങ്കിലും അതിന് നമുക്ക് അടുത്തുപോലും പോകാൻ സാധിക്കാത്ത തരത്തിലുള്ള ദുർഗന്ധവും അതുപോലെ തന്നെ വൃത്തികെട്ടതുമായിട്ടുള്ള വസ്തുക്കളാണ്. നമുക്കതിനെ സഹിക്കാൻ സാധിക്കില്ല. എന്നാൽ ആധ്യാത്മിക ലോകത്തിൽ ഇങ്ങനെയില്ല. നമ്മൾ രാത്രി കിടന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പോയി പല്ല് തേച്ച് കുളിക്കാതെ നമ്മൾ മറ്റൊരാളുടെ മുഖത്തോട്ട് നോക്കാൻ പോലും നമുക്ക് ലജ്ജ തോന്നും. ഇന്നത്തെ കാലത്ത് അതൊക്കെ വ്യത്യസ്തമായിട്ടുണ്ട്. ദാറ്റ്സ് എ മോഡേണൈസേഷൻ ഓഫ് മെറ്റീരിയൽ വേൾഡ് എന്ന് നമുക്ക് വേണേൽ പറയാം. പക്ഷെ എങ്കിലും ഒരു കൾച്ചേർഡ് സൊസൈറ്റി എന്ന നിലയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ച് കുറിയൊക്കെ തൊട്ടതിന് ശേഷമേ നമ്മൾ മറ്റുള്ളവരുടെ മുഖത്ത് പോലും നോക്കാൻ അല്ലെങ്കിൽ നമുക്ക് അടുത്ത മറ്റൊരാളോട് പോയി സംസാരിക്കാനുള്ള ഒരു ഭാവം അല്ലെങ്കിൽ ഒരു ബോധം നമുക്ക് തോന്നുകയുള്ളൂ. എന്തുകൊണ്ടാണത്? നമ്മുടെ ഈ 9 ദ്വാരത്തിൽ കൂടെയും ആ സമയത്ത് പല തരത്തിലുള്ള വേസ്റ്റ് ആയിട്ടുള്ള വസ്തുക്കൾ നമ്മൾ വന്ന് സലൈവയായിട്ടോ മൂക്കിൽ കൂടിയായിട്ടോ കണ്ണുകളിൽ കൂടിയായിട്ടോ ജനനേന്ദ്രിയമോ മലദ്വാരത്തിൽ കൂടിയായിട്ടോ അങ്ങനെ പല വസ്തുക്കളും വിസർജ്യ വസ്തുക്കളെല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ വയ്യാത്ത ദുർഗന്ധമാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. എന്നാൽ ആധ്യാത്മിക ലോകത്തിൽ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അങ്ങനെ ഒരു വിസർജ്യ വസ്തു ഇല്ല നമ്മുടെ ശരീരത്തിൽ. കാരണം അതൊരു സ്പിരിച്വൽ ബോഡിയാണ്. സത്ത് ചിത്ത് ആനന്ദ മയമായിട്ടുള്ള രൂപമാണ്. അത് ആധ്യാത്മികമായിട്ടുള്ള ശരീരത്തിൽ കൂടി ഒരു ശരീരമാണ് നമുക്ക് അവിടെ ഉള്ളത്. ഈ ഭൗതികമായിട്ടുള്ള ശരീരത്തിലാണ് നമുക്കിതെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ കാണുന്ന യഥാർത്ഥ ശരീരത്തിന്റെ അല്ലെങ്കിൽ യഥാർത്ഥമായ നമ്മുടെ രൂപത്തിന്റെ ഒരു ബാഡ് റിഫ്ലക്ഷനാണ് നമ്മളിവിടെ കാണുന്നത് എന്ന് അവിടെ ഉപയോഗിക്കാൻ കാരണം. സോ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. Let us see what is there for us to learn. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് മാർബിൾ ഇട്ട ഒരു വീടാണ്. എന്നാൽ ഇതിന് നേരെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഇവിടെ അവൈലബിൾ ആണ്. ഈ മാർബിൾ എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ്ലിയാണ്. പക്ഷെ ഇവിടെ കാണുന്നത് കണ്ടു കഴിഞ്ഞാൽ മാർബിൾ പോലെ തോന്നും. പക്ഷെ വളരെ തിന്നായിട്ടുള്ള ഒരു ബ്ലേഡ് വെച്ച് കീറി വരുന്ന ടൈപ്പുള്ള ഈ വിനയൽ പോലെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇടുന്ന ടൈൽസ് പോലെ നമുക്ക് തോന്നിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇതൊരു എക്സാമ്പിളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്താണ് ഇത്? ഒറിജിനൽ കറൻസി. ഇവിടെ നമുക്ക് ഫേക്ക് കറൻസി കാണാൻ സാധിക്കുന്നുണ്ട്. മാംഗോയും മാംഗോ ജ്യൂസും ഇത് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പ്ലാസ്റ്റിക് കൊണ്ടുള്ള മാംഗോ. നമ്മൾ ചില വീടുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ ഷോക്കേസിൽ കാണും ഈ ഡ്യൂപ്ലിക്കേറ്റ് മാങ്ങ അല്ലെങ്കിൽ ഫേക്ക് മാങ്ങ പ്ലാസ്റ്റിക് കൊണ്ടുള്ളത്. അത് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. സോ ഇമിറ്റേഷൻ മാംഗോ ആണ്. നമുക്കത് കഴിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഇതെല്ലാം കാണുന്നത് ഇത് ഒറിജിനൽ ബ്യൂട്ടി. ഇത് ഒറിജിനൽ ബ്യൂട്ടിയാണിത്. ഈ ഒറിജിനൽ ബ്യൂട്ടി ആധ്യാത്മിക ലോകത്തിൽ നമ്മൾ കാണുന്നു. ഇവിടുത്തെ ബ്യൂട്ടി എങ്ങനെയിരിക്കും? ഇതാണ് ഇവിടുത്തെ ബ്യൂട്ടി. സോ ഇത് മെറ്റീരിയൽ ബ്യൂട്ടിയാണ്. ഇത് ഭൗതിക ലോകത്തിന്റെ 3 തലങ്ങളെ കുറിച്ച് നമ്മൾ കാണുകയല്ല. ഭൗതിക ലോകമല്ല, ടോട്ടൽ ക്രിയേഷന്റെ 3 തലങ്ങളെ കുറിച്ച് നമ്മൾ കാണുകയാണ് ചെയ്തത്. ഇവിടെ ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് നമ്മൾ ഇതിനെക്കുറിച്ച് കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ കാണുന്ന നമ്മുടെ യഥാർത്ഥ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. നെഗറ്റീവ് ആക്സിസ് ആണ്. അതായത് ഇങ്ങനെയുള്ള ഇതാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ബാഡ് അല്ലെങ്കിൽ സാഡ് ആണ്. നമുക്ക് വിഷമമുള്ള കാര്യങ്ങളാണ് നമുക്ക് ഭൗതിക ലോകത്തിൽ കാണുന്നത്. അത് സഫറിങ് എന്ന് പറയുന്നത്. എന്നാൽ ഇതിന് മുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇവിടെ നമുക്ക് പീസ് കാണാൻ പറ്റും. ഇവിടെ നെഗറ്റീവാണ്, ഇവിടെ 0 അതായത് നൈദർ ഹാപ്പി നോർ സാഡ്. നമുക്കിവിടെ ഇദ്ദേഹത്തിന്റെ വായ കാണാം. ഒറ്റ ലൈനിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ്? ചിരിയുമില്ല കരച്ചിലുമില്ല. ഇവിടെ നമുക്ക് കരയുകയാണ് ചെയ്യുന്നത്. ഇവിടെ ചിരിയുമില്ല കരച്ചിലുമില്ല. ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നതാണ് അവ്യക്തിഗതവാദി
ബുദ്ധിസം, മായാവാദികള്, ഇംപേഴ്സണലിസം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചെന്ന് ചേരുന്ന ഒരു സ്റ്റേജാണ് ഈ പീസ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഒരു 2 ദിവസം മുമ്പ് നമ്മുടെ ക്ലാസ്സിൽ ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയുകയുണ്ടായി. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ദിവസം വഴക്കുണ്ടായെന്ന് വിചാരിക്കാം. ആ വഴക്കുണ്ടായത് ചില സന്ദർഭങ്ങളിൽ അത് കുറച്ച് ലോങ് ആകും. 2-3 ദിവസങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കൊക്കെ നീങ്ങിയെന്ന് വരാം. അങ്ങനെ 1-2 ദിവസം വഴക്ക് ഉണ്ടായി. എപ്പോഴും ബഹളവും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കുത്തരവും ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ രണ്ടുപേരും കൂടെ തീരുമാനമെടുത്തു, നമുക്കിനി 2 റൂമിൽ പോയി കിടക്കാം. 2 റൂമിൽ പോയി കിടക്കുമ്പോൾ പീസ്, ശാന്തിയുണ്ട്, സമാധാനമുണ്ട്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി വെക്കും. ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, കഴിച്ചോളുക. വൈകിട്ട് വരുമ്പോൾ, ഭർത്താവ് വരുമ്പോൾ ഗ്രോസറി സാധനമൊക്കെ മേടിച്ചു, ഗ്രോസറി ഇരിക്കുന്നു, ഇതെടുത്തോളുക. അങ്ങനെയൊക്കെ എഴുതിയൊക്കെ വെക്കും. ശാന്തിയുണ്ട്, പക്ഷെ അതൊരു സന്തോഷമില്ല ആ സമയത്ത്. എന്നാൽ അതിനുശേഷം മനസ്സിലാക്കുമ്പോൾ ഇതുകൊണ്ട് ഈ ശാന്തിയായിട്ട് നമുക്ക് ഒരു രസമില്ല, അത് പോരാ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സംസാരിച്ച് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ ഒക്കെ പറഞ്ഞ് ക്ഷമിച്ച് പിന്നെ ചിരിച്ചും കളിച്ചും ഇരിക്കുമ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്നു. അപ്പൊ ഈ 3 സ്റ്റേജ്, ആദ്യം നമ്മൾ നെഗറ്റീവായിരുന്നു, പിന്നെ ന്യൂട്രലായി, പിന്നെ സന്തോഷത്തിന്റെ സ്റ്റേജിലേക്ക് പോകുന്നു. ഇതിൽ ഏറ്റവും നല്ലത് ഏതാണ്? തീർച്ചയായിട്ടും സന്തോഷത്തിന്റെ സ്റ്റേജാണ്. അപ്പൊ സന്തോഷത്തിന്റെ സ്റ്റേജിലേക്ക് നമ്മൾ വരുന്ന ആ ഒരു ഇതിനെ കുറിച്ച്, അപ്പൊ ഇവിടെ ഭൗതികപരമായ ഇപ്പൊ ഈ ഒരു ലെവലുമായിട്ട് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് ഭൗതിക ലോകം. ഈ ഭൗതിക ലോകത്തിന്റെ താഴേക്ക് വരുന്തോറും ഇവിടെ കരച്ചിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ബ്രഹ്മാനന്ദ അല്ലെങ്കിൽ ഈ പറഞ്ഞ ശാന്തിയുടെ ഒരു സ്റ്റേജ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇതിന് മുകളിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷത്തിന്റെ അനുഭവമാണ് ഉണ്ടാകുന്നത്. ഇതാണ് നമ്മളിനെ ഈ ശ്ലോകത്തിൽ നമുക്ക് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത്. ഇത് ഭൗതിക ലോകത്തിലെ സൗന്ദര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി സ്കിൻ ഡീപ്പ്. എന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയാവും? ഈ ഒരു സ്ഥിതിയിലേക്ക് ആള് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ആധ്യാത്മിക ലോകത്തിന്റെ നേരെ വിപരീതമാണ് ഈ ഭൗതിക ലോകത്തിൽ നിങ്ങൾ കാണുന്നത് എന്നുള്ള കാര്യം. From material world to spiritual world by detachment and surrender. Material world is an upside down banyan tree എന്നാണ് ശ്രീമദ് ഭാഗവത്തില് 1-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, 15-ാം അധ്യായത്തില്. ശ്രീ ഭഗവാൻ ഉവാച ഊർധ്വമൂലമധഃ ശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത്ത്. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, വേരുകൾ മേൽപോട്ടും ശാഖകൾ കീഴ്പോട്ടുമായിട്ട് അക്ഷയമായൊരു അശ്വത്ഥമുണ്ട്. അതിന്റെ ശാഖകൾ, അതിന്റെ ഇലകൾ വേദമന്ത്രങ്ങൾ. ഈ വൃക്ഷം എന്തെന്ന് അറിയുന്നവരത്രേ വേദജ്ഞൻ. ഇതാണ് ഊർധ്വമൂലം അധശാഖം. അതിന്റെ യഥാർത്ഥത്തിൽ ആധ്യാത്മിക ലോകത്തിൽ നിൽക്കുന്നത് ശാഖകൾ മൂലോട്ടും വേര് താഴെയുമായിട്ട്. എന്നാൽ ഇവിടെ പറയുമ്പോൾ ഊർധ്വം മൂലം അധശാഖം, നേരെ വിപരീതമായിട്ട്. അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദസി. സോ ആ ആധ്യാത്മിക ലോകത്തിന്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാകുന്നതിനാണ് യഥാർത്ഥ ജ്ഞാനി അല്ലെങ്കിൽ വിജ്ഞാനമുള്ളവൻ എന്ന് പറയുന്നു. ശ്ലോകം 2 അധശ്ചോർധ്വം പ്രസൃതസ്തസ്യ ശാഖ ഗുണപ്രവൃദ്ധാ വിഷയപ്രബാല അധശ്ച മൂലാന്യനുസന്ദദാനി ധർമാനുബന്ധീനി മനുഷ്യലോകേ. ഈ വൃക്ഷത്തിന്റെ ശാഖകൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ പോഷിക്കപ്പെട്ട് താഴോട്ടും മേലോട്ടും പടർന്നു കിടക്കുന്നു. ഇന്ദ്രിയ വിഷയങ്ങളാണ് അതിന്റെ ചില്ലകൾ. ഈ വൃക്ഷത്തിന് താഴേക്കിറങ്ങുന്ന വേരുകളുണ്ട്. ഇവ മനുഷ്യ സമുദായത്തിന്റെ ഫലോദിഷ്ട കർമ്മങ്ങളോട് ബന്ധപ്പെട്ടവയത്രേ. അതാണ് പറയുന്നത്, ഇറ്റ്സ് ബ്രാഞ്ചസ് സ്പ്രെഡിങ് അപ്പ് ആൻഡ് ഡൗൺ. ഇറ്റ് ഈസ് നറിഷ്ഡ് ബൈ ദ 3 modes. 3 ഗുണങ്ങളാണ് അതിനെ പോഷിപ്പിക്കുന്നത്. ഇറ്റ്സ് ട്വിഗ്സ് ആർ ദ സെൻസ് ഓബ്ജക്ട്. അതിന്റെ ശാഖകൾ എന്ന് പറയുന്നത്
നമ്മുടെ ഇന്ദ്രിയ വിഷയങ്ങളാണ്. ഇറ്റ്സ് സെക്കൻഡറി റൂട്ട്സ് എക്സ്റ്റെൻഡിങ് എവ്രിവെയർ ബൈൻഡ് ദ ഹ്യൂമൻ സൊസൈറ്റി ടു ഫ്രൂട്ടീവ് ആക്ഷൻസ്. നമ്മുടെ കർമ്മങ്ങളുടെ ഫലമായിട്ട് നമ്മളെ ബന്ധിക്കുന്നതാണ് അതിന്റെ ബന്ധനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ വേരുകൾ എന്ന് പറയുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എങ്ങനെ ഈ മരം നിൽക്കുന്നത് എന്ന് നമുക്കിവിടെ റിഫ്ലക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇവിടെ കാണുന്നതെല്ലാം അതേപോലത്തെ കാര്യങ്ങളാണ്. താഴേക്ക് പോകുമ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എക്കണോമിക് ഡെവലപ്മെന്റ്, സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ, ഇംപയസ് ആക്ട്സ്, സെൻസ് ഒബ്ജക്ട്സ്. സോ ഇവിടെ എല്ലാം നമുക്ക് അതേ കാര്യങ്ങളാണ് കാണുന്നത്. സോ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ലിബറേഷൻ, അതാണ് നമ്മൾ പറഞ്ഞ ശാന്തി അല്ലെങ്കിൽ പീസ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു ഇതിനിടയിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഒരു നദി കാണുന്നുണ്ട്, അങ്ങനെ ഒരു ഡിസയർ എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഭാഗം കാണുന്നുണ്ട്. അതൊരു നദിയാണ്, അതൊരു ബ്രേക്കിംഗ് പോയിന്റ് ആണ്, അതാണ് ഡിവൈഡർ ആണ് അവിടെ. അത് ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ആധ്യാത്മിക ലോകത്തിൽ നിന്ന് നമ്മൾ താഴേക്ക് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ നദിയാണ് അല്ലെങ്കിൽ ഡിസയർ ആണ്. ഈ ആഗ്രഹങ്ങളാണ് നമ്മളെ താഴേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ അനുഭവങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഇവിടെ എന്തൊക്കെയാണ്? വേദിക് ഹൈംസ് അവിടെയുണ്ട്, എക്കണോമിക് ഡെവലപ്മെന്റ് അവിടെയുണ്ട്. സോ ഇവിടെ പല കാര്യങ്ങളും നമ്മളെ ഭൗതികപരമായിട്ട് പിടിച്ചു നിർത്തുന്ന കാര്യങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. സോ അതിൽ നമുക്കിനി അതാണ് നമ്മളിവിടെ ഭൗതിക ലോകത്തിൽ അനുഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. So then Krishna says, don't get confused by all this because it is needed. It is indeed very confusing. So നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് കഷ്ടപ്പാട്. തീർച്ചയായിട്ടും എന്താണ് ഈ മരം തലകുത്തി നിൽക്കുന്നത്, വേര് മേലോട്ട്, ശാഖകൾ താഴോട്ട്, ഇലകൾ താഴോട്ട്, ഇത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കാം. സോ അത് കൺഫ്യൂഷൻ ആകേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ പറയാണ്. ഈസ് ഗോയിങ് ടു ക്ലാരിഫൈ ദാറ്റ്. ഭഗവാൻ നമ്മൾക്ക് അതിന് ഒരു ക്ലാരിറ്റി തരികയാണ്, എന്താണ് ആ യഥാർത്ഥമായ കാര്യം എന്ന് പറയുന്നത്. The real form of this tree can't be perceived. ഈ ഒരു മരത്തിന്റെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് നമുക്ക് ദർശിക്കാൻ സാധിക്കാത്തോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല. എന്തുകൊണ്ടാണ്? നരൂപമസ്യേഹ തഥോപലഭ്യതേ നാന്ദോ നചാദിർ നച സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വാ. അടുത്ത ശ്ലോകം കൂടെ വായിച്ചിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. തത പദം തത് പരിമാർഗിതവ്യം യസ്മിൻ ഗതാനാ നിവർത്തന്തി ഭൂയഃ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യഥ പ്രവൃത്തി പ്രസൃത പുരാണി. ഈ വൃക്ഷത്തിന്റെ യഥാർത്ഥ രൂപം ഈ ലോകത്തിൽ കാണുകയില്ല. അതുകൊണ്ടാ പറഞ്ഞ ഭഗവാൻ, ഇത് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. നിനക്ക് ഈ ഭൂമിയിൽ നിനക്ക് ഇത് കാണാൻ സാധിക്കുകയില്ല. അതിന്റെ ആരംഭമോ അവസാനമോ അടിസ്ഥാനമോ കണ്ടെത്താനാവില്ല. വേരുറച്ചുയർന്ന ഈ വൃക്ഷത്തെ ദൃഢനിശ്ചയത്തോടെ വിരക്തിയാകുന്ന ആയുധത്താൽ ഛേദിച്ചു കളയണം. അതാണ് ഇവിടെ ഒരു കോടാലി കൊണ്ട് വെട്ടുകയാണ് ആ മരത്തിനെ. എന്തുകൊണ്ടാ വെട്ടേണ്ടത്? വിരക്തി കൊണ്ട്. വിരക്തിയാകുന്ന ആയുധത്താൽ ഛേദിച്ചു കളയണം. എന്നിട്ട് എവിടെ ചെന്നാൽ തിരിച്ചു വരില്ലയോ യത് ഗത്വാൻ, അതായത് എന്താണ് ആ ശ്ലോകം പറയുന്നത്? നാന്തോന്ന തദപദം തത് പരിമാർഗിതവ്യം യസ്മിൻ ഗതാന നിവർത്തന്തി ഭൂയഃ. ചെന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരാത്ത ആ സ്ഥലത്തേക്ക് ആ ദിവ്യപദം പൂക്കി സ്മരണാതീത കാലം മുതൽക്കേയുള്ള എല്ലാറ്റിന്റെയും ഉറവിടമായ പരമപുരുഷന് സ്വയം സമർപ്പിക്കണം. നമ്മൾ എവിടെ ചെന്നാൽ നമ്മൾ തിരിച്ചു വരത്തില്ലയോ ആ സ്ഥാനത്തേക്ക് പോകുന്നതിന് വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് പറയുന്നത്. സോ അപ്പൊ നമ്മൾ വിചാരിക്കും, അങ്ങനെയെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ഇവിടെ എത്തി? എവിടുന്ന നമ്മൾ ഇവിടെ എത്തിയത്? നമ്മൾ ഇവിടെ തന്നെ ജനിച്ചതാണോ? നമ്മുടെ ആത്മാവ് ഇവിടെ തന്നെയാണോ നമ്മൾ ജനിച്ചത്? അല്ല, അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. മുമ്പ് പറഞ്ഞു, ആ ഒരു റിവർ നമ്മൾ കണ്ടു, അല്ലെങ്കിൽ ഡിസയർ എന്ന് എഴുതിയിരിക്കുന്ന ആ ഭാഗം നമ്മൾ കണ്ടു, ആ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ്. ആ ആഗ്രഹങ്ങൾ കാരണം
ഭഗവാൻ നമ്മളോട് പറഞ്ഞു നിനക്ക് അങ്ങനെ സ്വയം ആഗ്രഹിക്കണം. ഇന്നലെ നമ്മൾ പറഞ്ഞു, ഇന്ന് നമ്മൾ റീക്യാപ്പ് ചെയ്തപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി രാഖിൽ പ്രഭു ആ 3 പോയിന്റ് പറഞ്ഞപ്പോൾ. കൺട്രോളർഷിപ്പ്, പ്രൊപ്രൈറ്റർഷിപ്പ്, എൻജോയർഷിപ്പ്. ഈ 3 കാര്യങ്ങളാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് തട്ടി താഴിടുന്നത്. അത് നമ്മുടെ ആഗ്രഹങ്ങളാണ്. അപ്പൊ നമ്മൾ താഴേക്ക് ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ഭൗതിക പ്രപഞ്ചത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ അനുഭവിക്കുന്ന മുഴുവൻ ദുഃഖങ്ങളാണ്. പക്ഷെ ഇവിടെ വന്ന് ഇത് അനുഭവിച്ച ഒരു വ്യക്തി തിരിച്ച് ഭഗവത് ധാമിൽ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും ഒരിക്കലും ആ മിസ്റ്റേക്ക് ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ തിരിച്ച് വീണ്ടും വരാത്തത്. പക്ഷെ ഒരു പ്രാവശ്യം നമ്മൾ വന്നുപോയി, വി ആർ അറ്റ് മിസ്റ്റേക്ക്, വി ഡിഡ് എ മിസ്റ്റേക്ക്, ഗ്രേറ്റ് ബ്ലണ്ടർ. അപ്പൊ നമ്മൾ അങ്ങനെ തിരിച്ച് ഇവിടെ വന്നു. അപ്പൊ ഇനി നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോകേണ്ട എവിടേക്കാണ് നമ്മൾ പോകാൻ ശ്രമിക്കേണ്ടത്? എവിടെ ചെന്നാലാണോ തിരിച്ചു വരാത്തത് അവിടേക്ക് നമ്മൾ പോകണം എന്നുള്ളതാണ് പറയുന്നത്. സോ അതാണ് അവിടെ ആ ശ്ലോകത്തിൽ പറയുന്നത്. യസ്മിൻ ഗത ന നിവർത്തന്തി ഭൂയഃ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേയത പ്രവൃത്തി പ്രസുത പുരാണി. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോകാനായി നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത്. അങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ വാട്ട് വി ഷുഡ് ഡു, നമ്മൾ എന്ത് ചെയ്യണം? അതിനാണ് ഭഗവാനോട് പറയുന്നത് ദ സറണ്ടറിങ് പ്രോസസ്. നിർമാനമോഹ ജിതസംഗദോഷ അധ്യാത്മനിത്യാ വിനിവൃത്ത കാമ ദ്വന്ദ്വൈർവിമുക്താ സുഖദുഃഖ സംജൈർ ഗച്ഛന്ധ്യമൂഢാ പദമവ്യയം തത്. സുമി മാതാജി പറഞ്ഞ പോയിന്റാണ് ഇവിടെ വരുന്നത്. അതൊരു മാർഗമാണ്. എന്ത്? ശരിയും തെറ്റും, നല്ലതും ചീത്തയും, സുഖവും ദുഃഖവും, സന്തോഷവും വിഷമവും എന്ന് പറയുന്ന ദ്വന്ദ്ങ്ങളിൽ നിന്ന് വിമുക്തനാവുക. സുഖ ദുഃഖ സംജയ് ഗച്ഛന്ത്യ മൂഢ പദം അവ്യയം തത്. മിഥ്യാഭിമാനം, മായാമോഹം, ദുസംസർഗം എന്നീ ദോഷങ്ങൾ ഒഴിഞ്ഞ് ഭൗതിക തൃഷ്ണയിൽപ്പെടാതെ സനാതനത്വത്തെ അറിഞ്ഞ് സുഖദുഃഖാദികളായ ദ്വന്ദ്ങ്ങളിൽ നിന്നും മോചിതരായി വിഭ്രാന്തരാകാതെ പരമപുരുഷന് സ്വയം സമർപ്പിക്കുന്നത് എങ്ങനെയെന്ന് അറിയാവുന്നവർ പരമമായ ശാശ്വത സാമ്രാജ്യം പ്രാപിക്കും. സോ ഭഗവാൻ പറയുന്നു 4-ാമത്തെ ശ്ലോകത്തിൽ, എവിടെ ചെന്നാലാണോ തിരിച്ച് നമ്മൾ വരാത്തത് ആ പ്രദേശത്തേക്ക് പോകുന്നതിനാണ് നീ ശ്രമിക്കണം. 5-ാമത്തെ ശ്ലോകത്തിൽ അതിനുള്ള മാർഗവും ഭഗവാൻ പറഞ്ഞു, എങ്ങനെ നമുക്ക് അവിടെ എത്താൻ സാധിക്കും. സോ അതാണ് നമ്മൾ 5-ാമത്തെ ശ്ലോകത്തില് കാണുന്നത്. സോ വളരെ കണക്റ്റഡ് ആയിട്ട് ഭഗവാൻ അവിടെ പറഞ്ഞു തരികയാണ്. സോ നൗ കൃഷ്ണ വിൽ ഡിസ്ക്രൈബ് ദ നേച്ചർ ഓഫ് ദ സ്പിരിച്വൽ വേൾഡ് വിച്ച് ഇസ് ദ ഗോൾ ഓഫ് ദ സറണ്ടറിംഗ് പ്രോസസ് ഡിസ്ക്രൈബ്ഡ് അബോവ്. 5-ാമത്തെ ശ്ലോകത്തിൽ കണ്ട ആ ആധ്യാത്മിക ലോകത്തിൽ ചെല്ലുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലോകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൗ ഡു വി നോ വാട്ട് ഈസ് ദാറ്റ്? ഓക്കെ, വി ബിലീവ്. കൃഷ്ണ ഭഗവാൻ പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ നമ്മൾ കണ്ടതായിട്ട് ഓർമ്മയില്ല, നമ്മൾ പോയിട്ടില്ല, നമുക്കൊരു എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? എവിടേക്കാണ് നമ്മൾ പോകേണ്ടത്? യദ്ഗത്വാന നിവർത്തന്തേ തദ്ധാമ പരമം മമ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചുകൊണ്ട് വരേണ്ടതില്ല. ദാറ്റ്സ് കറക്റ്റ്, ഐ അഗ്രി. പക്ഷെ ആ സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ പ്രയോജനം എന്താണ്? ലെറ്റ് us see what is that. അതാണ് നമ്മൾ ഇന്ന് ഓവർ ആൻഡ് ഓവർ അഗെയിൻ നമ്മൾ ഈ നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് അവിടുത്തെ പ്രയോജനം എന്ന് പറയുന്നത്? ക്വാളിറ്റീസ് ഓഫ് സ്പിരിച്വൽ വേൾഡ് ഓർ ഗോലോക വൃന്ദാവൻ. ന തദ്ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്വാൻ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. ഇപ്പൊ പറഞ്ഞ അതേ ശ്ലോകം. Now a living entity will not be satisfied until he reaches that supreme abode, because it is his constitutional position to be relaxed with Krishna as explained in 15:7. നമ്മുടെ യഥാർത്ഥമായ പൊസിഷൻ എന്ന് പറയുന്നത് ഭഗവാന്റെ കൂടെ പോയിട്ട് ആനന്ദമയമായ രൂപത്തിൽ കഴിയുക എന്നുള്ളതാണ്. നോക്കുക, ഈ പറഞ്ഞ ആധ്യാത്മിക ലോകത്തിൽ ചെന്ന് കഴിഞ്ഞാല് we are dancing, we are bathing Krishna, we are going with the gopas or with the Krishna to herd the cows. നമ്മളിവിടെ ഭഗവാന് സേവനം ചെയ്യുന്നു, ഗോപാലനാണ്. എന്താണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രയോജനം? നോ ടെൻഷൻ. മാസം ശമ്പളം മേടിക്കണോ, ലോണിന്റെ പ്രശ്നമോ, ഇൻട്രസ്റ്റ് കൊടുക്കണോ, പണയം വെക്കുന്നോ, വീട് പണിയണോ,
ഉച്ചക്കലത്തേക്ക് എന്ത് വെക്കണം, നത്തിങ്. കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കാണും. സോ ഇതാണ് നമുക്ക് ഗോലോക വൃന്ദാവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പല തരത്തിൽ ഭഗവാനെ നമുക്ക് സേവനം ചെയ്യാൻ സാധിക്കും. യശോദാമയും മറ്റ് മുതിർന്ന ഗോപിമാര് ഭഗവാന്റെ കൂടെ കളിച്ച് രസിച്ച് നടക്കുന്നു. ഗോപന്മാര് ഇവിടെ കളിച്ച് രസിച്ച് നടക്കുകയാണ്. പകൽ സമയത്ത് അവരുടെ കൂടെ ഭഗവാനുടെ ഈവൻ പശുക്കളിൽ നിന്ന് പോലും ഭഗവാൻ സ്നേഹം സ്വീകരിക്കുന്നു, വൃക്ഷങ്ങളിൽ നിന്ന് ഭഗവാൻ സ്നേഹം സ്വീകരിക്കുന്നു. ഇവിടെ ഗോപിമാരോടൊത്ത് രാത്രികാലങ്ങളിൽ ഗോപിമാരോടൊത്ത് ഭഗവാൻ രസിച്ചുല്ലസിച്ച് നടക്കുന്നു. നമുക്കും ഇതുപോലെ നടന്നാൽ മതി, അവിടെ ഒരു ജോലിയും ചെയ്യണ്ട. When the living entity chooses to serve Krishna, it is called akarma or devotional service. Akarma frees one from the cycle of birth and death and also awards him the supreme destination. നമ്മൾ പ്രവർത്തികൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കർമ്മത്തിന്റെ ഫലം ഉണ്ടാകുക. അതുകൊണ്ടാണ് അകർമ്മം ചെയ്യാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഈ അകർമ്മം എന്ന് പറയുന്നത് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയെയും അകർമ്മം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ അതാണ് നമുക്കിവിടെ ചെയ്യുന്നത്. എന്താണ് ദ ഐഡന്റിറ്റി ഓഫ് എ ലിവിങ് എൻറ്റിറ്റി? ആരാണ് യഥാർത്ഥ ജീവാത്മാവ് എന്ന് പറയുന്നത്? മമേവാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ മനഃഷ്ഠാനി ഇന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. സോ മമേവാംശോ ജീവലോക, ഈ ജീവി എന്ന് പറയുന്നത്, ഈ ഭൂമിയിൽ പ്രപഞ്ചത്തിലുള്ള ജീവാത്മാവ് എന്ന് പറയുന്നത് മമ ഏവ അംശ, എന്റെ മാത്രം അംശമാണ്, എന്റെ ശാശ്വത അംശങ്ങളാണ് ഈ ലോകത്തിലുള്ള ബദ്ധരായ സകല ജീവസത്തകളും. ബദ്ധമായ ജീവിതം നയിക്കുകയാൽ മനസ്സുൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് അവർ കഠിനാധ്വാനം ചെയ്യുകയാണ്. സോ മനസ്സുൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. So Krishna will elaborate on how the jiva carrying the senses is struggling karshadi in this world. മുമ്പ് പറഞ്ഞു നമ്മളിവിടെ എങ്ങനെയാണ് ഒരു ജീവനിൽ നിന്ന് മറ്റൊരു ജീവനിലേക്ക് പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമെന്ന് പറഞ്ഞു. സോ ഭഗവാൻ അവിടെ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഭഗവാന്റെ അംശമാണ് നമ്മളെല്ലാവരും. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ, ശാശ്വതമായിട്ടുള്ളതാണ്. മനഃഷ്ഠാനേന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. അങ്ങനെ മനസ്സുൾപ്പെടുന്ന ഷഷ്ഠ ആണി, ഷഷ്ഠ മീൻസ് 6, മനസ്സുൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങൾ പ്രകൃതിസ്ഥാനി കർഷതി. സോ നമുക്കിവിടെ അതുപയോഗിച്ചാണ് നമ്മുടെ കഠിനമായിട്ട് അധ്വാനം കർഷതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വി ആർ സ്ട്രഗ്ലിംഗ് ഹിയർ ആക്ച്വലി with the mind and with all the 5 other senses. We are struggling to live or for our existence എന്നുള്ളതാണ് നമ്മളുടെ മനസ്സിലാക്കുന്നത്. സോ 8ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് എന്താണ്? ശരീരം യദവാപ്നോതി യച്ഛാപ്യുക്രാമദീശ്വരഃ ഗൃഹീതൈതാദ്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയാത്. വായുർഗന്ധ ആനി വാശയാ, അതായത് വായു എങ്ങനെയാണ് മണത്തിനെയും ദുർഗന്ധത്തിനെയും അല്ലെങ്കിൽ ഗന്ധത്തിനെയും ദുർഗന്ധത്തിനെയും വഹിച്ചുകൊണ്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്. അതാണ് വളരെ മനോഹരമായിട്ട് ഭഗവാൻ ഒരു ഉദാഹരണ സഹിതം അവിടെ വിവരിക്കുക. വായു എങ്ങനെയാണോ സുഗന്ധത്തിനെയും ദുർഗന്ധത്തിനെയും വഹിച്ചുകൊണ്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ശരീരത്തിലെ നമ്മുടെ കൂടെയുള്ള സൂക്ഷ്മ ശരീരം, നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും എന്നതിനെ കുറിച്ചൊക്കെ. അങ്ങനെ ആ സൂക്ഷ്മ ശരീരം നമ്മുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കൂട്ടിയ നല്ലതും ചീത്തയുമായ കർമ്മത്തിലേക്ക് നമ്മുടെ ആത്മാവിനെ കൊണ്ടെത്തി. ആപ്നോതി യച്ഛാപ്യുക്രാമദീശ്വരഃ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ആം ഐ കണക്റ്റഡ് സ്റ്റിൽ വിത്ത് ഇന്റർനെറ്റ്? ബുദ്ധിമുട്ടാണ്, ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോകുന്നുണ്ടേ. വിട്ടുപോയോ? ഇപ്പൊ കേൾക്കാമോ?
ഇപ്പോൾ കേൾക്കാം പ്രഭു. എന്ന് ഹരേ കേൾക്കാം കൃഷ്ണ പ്രഭു. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇവിടെ ചെറുതായിട്ട് ഇടിയൊക്കെ ഉണ്ടായിരുന്നു, അതിന്റെ ഒരു ഇഫക്റ്റ് ആയിരിക്കാം. എനിവേ കേൾക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പൊ അല്ലേ? അതെ അതെ പ്രഭു, അതെ. വെരി ഗുഡ്, ഓക്കെ. സോ അപ്പൊ ശരീരം യഥവാപ്നോതി യച്ഛാപ്യുത്രാമതീശ്വര ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയാ. ഭൗതിക ലോകത്തിലെ ജീവസത്ത കാറ്റ് ഗന്ധങ്ങളെ എന്ന പോലെ ജീവിത സങ്കല്പങ്ങളെ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരു തരത്തിലുള്ള ശരീരം ഉപേക്ഷിച്ച് മറ്റൊരു തരത്തിലുള്ള ശരീരം സ്വീകരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരം അല്ലെങ്കിൽ ജീവാത്മാവ് ശരീരങ്ങൾ മാറുന്നത് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുന്നു. സോ ഭഗവാനെ കുറിച്ച് മാത്രമുള്ളതാണ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞെങ്കിലും, ഈ പുരുഷോത്തമ യോഗം എന്നുള്ളതാണ് പറയുന്നെങ്കിലും, ഒരു ജീവാത്മാവിന്റെ യഥാർത്ഥ അവസ്ഥയെ കുറിച്ചിട്ട് നമുക്കിവിടെ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. സോ ദസ് ടേക്കിംഗ് അനദർ ഗ്രോസ് ബോഡി ദ ജീവ എൻജോയ്സ് സെൻസ് ഓബ്ജെക്ട്സ്. നമ്മുടെ ഇന്ദ്രിയ വിഷയങ്ങളെ ആയിട്ട് സന്തോഷിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ശ്രോത്രം ചക്ഷുസ്പർശനം ച രസനം ഘ്രാണം ഏവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാൻ ഉപസേവത്തെ. ഇപ്രകാരം മറ്റൊരു സ്ഥൂല ശരീരം കൈക്കൊള്ളുന്ന ജീവസത്ത മനസ്സിനിണങ്ങിയ 5 ഇന്ദ്രിയങ്ങൾ, കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക് എന്നിവയെ സ്വീകരിക്കുകയും അവയിലൂടെ ഒരു കൂട്ടം ഇന്ദ്രിയ വിഷയങ്ങളെ ആസ്വദിക്കുകയും ചെയ്യുന്നു. ഇവിടെ പലതരത്തിലുള്ള ശരീരങ്ങളാണ്. അങ്ങനെയാണ് പല ശരീരങ്ങൾ നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യന്മാരിൽ തന്നെ നോക്കുക, പല വെറൈറ്റീസ്, പലതരത്തിലുള്ള ഇത് ഡെസ്പിരിറ്റി അല്ലെങ്കിൽ നമുക്ക് ഈ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ചില ആൾക്കാർ പണക്കാരായിട്ട് ജനിക്കുന്നു, ചില ആൾക്കാർ പാവങ്ങളായിട്ട് ജനിക്കുന്നു, ചില ആൾക്കാർ ശക്തിമാന്മാരായിട്ട് ജനിക്കുന്നു, ചില ആൾക്കാർ അംഗവൈകല്യങ്ങളുള്ളവരായിട്ട് ജനിക്കുന്നു, അല്ലെങ്കിൽ ക്ഷീണിതരായിട്ട് ജനിക്കുന്നു, ചില ആൾക്കാർ സുന്ദരികളായിട്ട് ജനിക്കുന്നു, ചില ആൾക്കാരുടെ മുഖം ഇങ്ങനെയായി തീരുന്നു. ഇവിടെ ചില ആൾക്കാർ വളരെ ഹെൽത്തി ആയിട്ട് വളരെ ആരോഗ്യവാനായിട്ട് കാണുന്നു, ചില ആൾക്കാർ ഹോസ്പിറ്റലൈസ്ഡ് ആശുപത്രിയായിട്ട് കിടക്കുന്നു. ഇതെല്ലാം നമ്മൾ ഈ ഭൗതിക പ്രപഞ്ചത്തില് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മൾ നേടിയെടുക്കുന്നതാണ്. അതാണ് നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ട്, ദിസ് ലൈഫ് ഈസ് ദ പ്രിപ്പറേഷൻ ഫോർ ദ നെക്സ്റ്റ് ലൈഫ്. നമ്മൾ ഈ ജന്മം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും എങ്ങനെയുള്ള പ്രവൃത്തികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചില്ല എങ്കിൽ നമ്മൾ അടുത്ത ജന്മം ഇതുപോലെ ഓരോരോ തരത്തിൽ. അതുകൊണ്ടാണ് ഡിസ്പെരിറ്റി തന്നെ ഉണ്ടാകാനുള്ള കാരണം, ഈ വ്യത്യസ്തത നമ്മൾ ഈ ലോകത്തിൽ കാണുന്നതിനുള്ള കാരണം തന്നെ നമ്മളുടെ കർമ്മഫലങ്ങളാണ്. അതാണ് മുമ്പ് പറഞ്ഞത്, എങ്ങനെയാണോ വായു ഗന്ധത്തിനെയും ദുർഗന്ധത്തിനെയും സുഗന്ധത്തിനെയും ദുർഗന്ധത്തിനെയും കൊണ്ടുവരുന്നത്, അതുപോലെ തന്നെ നമ്മുടെ നല്ല കർമ്മങ്ങളെയും ചീത്ത കർമ്മങ്ങളെയും നമ്മുടെ സൂക്ഷ്മ ശരീരം ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് ആത്മാവിന്റെ കൂടെ കൊണ്ടുപോകുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. സോ 10ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് എന്താണ്? സോൾസ് ട്രാൻസ്മൈഗ്രേഷൻ, ഹൂ ക്യാൻ ആൻഡ് ഹൂ കാൺട് സീ. ആരാണ് കാണാൻ സാധിക്കുന്നത്? ഈ പറഞ്ഞ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് പറയുന്നത്, ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭുഞ്ചാനം വാ ഗുണാൻവിതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷഃ. ജീവാത്മാവ് എങ്ങനെ ഈ ശരീരം വിട്ടുപോകുന്നുവോ, ഗുണങ്ങളുടെ ആകർഷണത്തിന് വഴിപ്പെട്ട് ഏതുതരം ശരീരത്തെയാണ് സ്വീകരിച്ച് അനുഭവിക്കുന്നതെന്നോ മൂഢന്മാർക്കറിയാൻ വയ്യ. ജ്ഞാനത്തിന്റെ അകക്കണ്ണ് തെളിഞ്ഞവർക്ക് ഇതെല്ലാം പ്രത്യക്ഷമാകും. ജ്ഞാനത്തിന്റെ അകക്കണ്ണ് തെളിഞ്ഞവർക്ക് ഇത് പ്രത്യക്ഷമാകും. വിമൂഢാനു അനുപശ്യന്തി, മൂഢന്മാർക്ക് അത് സാധിക്കുന്നില്ല. എന്നാൽ പശ്യന്തി ജ്ഞാനചക്ഷുഷഃ. ഈ കണ്ണാടി വെച്ചത് കൊണ്ട് എനിക്ക് കാണാൻ സാധിക്കും, കണ്ണാടി മാറ്റിയാൽ പിന്നെ എല്ലാം ബ്ലേർഡാ, എല്ലാം ഒരു വല്ലാതെ. അപ്പൊ അതിനാണ് ജ്ഞാനചക്ഷുഷഃ. ഇറ്റ്സ് എ സ്പെക്സ് ഓഫ് നോളജ്. ജ്ഞാനം കൊണ്ടുള്ള ആ ഒരു കണ്ണട വെച്ച് കഴിയുമ്പോൾ ജ്ഞാനചക്ഷുസുവിൽ കൂടി കാണുമ്പോൾ മാത്രമേ നമുക്ക് അതിനെ കാണാൻ സാധിക്കത്തുള്ളൂ. സോ അതിന് എന്താണ് വേണ്ടത്? ഗ്രന്ഥങ്ങൾ പഠിക്കണം. So even sense enjoyment is impossible without the help of the Lord. Krishna now describes how things are taking place in this world, in this material world, and thus be established in knowledge.
അപ്പൊ ഭൗതിക പ്രപഞ്ചത്തിൽ ഈവൻ നമ്മൾ ഇന്ദ്രിയ സുഖം ആനന്ദിക്കണമെങ്കിൽ പോലും ഭഗവാന്റെ അനുവാദം ഉണ്ടെങ്കിൽ സാധിക്കത്തുള്ളൂ. അതും ഒരു നോളജാണ്. ചില ആൾക്കാര് ഭഗവാനെ വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ്. ഇത് ഭഗവാൻ ഇല്ല എന്ന് പറയുന്നു. അവർക്ക് പോലും ഭഗവാൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. എന്താണ് പറയുന്നത്? യതന്തോ യോഗിനശ്ചൈനം പശ്യന്ത്യാത്മന്യവസ്ഥിതം യതന്തോ അപ്രകൃതാത്മാനോ നൈനം പശ്യന്ത്യ ചേതസഃ. ആത്മസാക്ഷാത്കാരം ലഭിച്ച് എപ്പോഴും യത്നിച്ചുകൊണ്ടേയിരിക്കുന്ന അതീന്ദ്രിയവാദികൾക്ക് ഇതെല്ലാം വ്യക്തമായി കാണാൻ കഴിയും. മനോവികാസം പ്രാപിക്കാത്തവർക്കും ആത്മസാക്ഷാത്കാരം ലഭിക്കാത്തവർക്കും ശ്രമിച്ചാലും എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ കഴിയില്ല. സോ അതൊരിക്കലും സാധിക്കില്ല. അപ്പൊ എങ്ങനെയാണ് ഭഗവാൻ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇതിനെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാവും. അതാണ് യഥാർത്ഥമായ അറിവ് നമുക്കുണ്ടാകും. ഭഗവാൻ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. മുമ്പ് പറഞ്ഞതുപോലെ ഭഗവാൻ ഇല്ല എന്ന് പറയുന്നവരും ഭഗവാനിൽ വിശ്വസിക്കത്തില്ല എന്ന് പറയുന്നവർക്കും ഭഗവാൻ എതിരായിട്ട് പ്രവർത്തിക്കുന്ന ആസുരിക സ്വഭാവമുള്ളവർക്കും എല്ലാം വേണ്ടത് ഭഗവാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. സോ 12ാമത്തെ ശ്ലോകത്തിൽ കോസ്മോളജിക്കൽ അറേഞ്ച്മെന്റ്സ്, ടെറസ്ട്രിയൽ അറേഞ്ച്മെന്റ്സ്, ഫിസിയോളജിക്കൽ അറേഞ്ച്മെന്റ്സ്, സ്പിരിച്വൽ അറേഞ്ച്മെന്റ്സ്. സോ ഫിസിയോളജിക്കലും സ്പിരിച്വലും ടെറസ്ട്രിയലും കോസ്മോളജിക്കലും എല്ലാ തരത്തിലുള്ള അറേഞ്ച്മെന്റ്സ് നമ്മൾ ശ്ലോകത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും. എന്താണ് ഭഗവാൻ? ഇത് കണ്ടിട്ട് നമ്മളെങ്കിലും ഭഗവാൻ എന്തെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. എന്താണ് ഇവിടെ നോക്കുന്നത്? നോക്കുക, ദിസ് ഈസ് കോസ്മോളജിക്കൽ അറേഞ്ച്മെന്റ്. ഭഗവാൻ എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. സൂര്യനും ചന്ദ്രനുമാണ് വിരാട രൂപത്തിന്റെ കണ്ണുകൾ എന്ന് നമ്മൾ കാണാൻ സാധിച്ചു നമ്മൾ കഴിഞ്ഞ ദിവസം. സോ അങ്ങനെയുള്ള വിരാട രൂപത്തിന്റെ കൂടി ഭഗവാൻ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. നമ്മള് ഈവൻ സൂര്യനും ചന്ദ്രനും ഈ പറഞ്ഞ ഗ്രഹങ്ങളും ഒക്കെ ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ തന്നെ നമുക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാവും. സോ ഇതെല്ലാം ഭഗവാനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഈ മുമ്പത്തെ ഇതിൽ കണ്ട എന്തൊക്കെയാണ്? കോസ്മോളജിക്കൽ, ടെറസ്ട്രിയൽ, ഫിസിയോളജിക്കൽ ആൻഡ് സ്പിരിച്വൽ അറേഞ്ച്മെന്റ്സ്. നോക്കുക, എത്ര മനോഹരമായ ഈ പ്രപഞ്ചമാണ്, ഭൂമിയാണ് ഭഗവാൻ നമുക്ക് നൽകിയിരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്ന 2ാമത്തെ പോയിന്റ് എന്ന് പറയുന്ന ടെറസ്ട്രിയൽ അറേഞ്ച്മെന്റ്സ്. എത്ര മനോഹരമായ കാര്യങ്ങൾ ഭഗവാൻ നമുക്ക് നൽകുന്നു. സോ ഇതിനെക്കുറിച്ച് ഇത് നോക്കൂ, നമ്മള് ഒരു ദിവസം ഒരു ബ്രെഡ് വെച്ചാണ് മാത്രം കഴിക്കുക, അല്ലെങ്കിൽ ഒരു ചപ്പാത്തി കഴിച്ചു എന്ന് വിചാരിക്കുക. ഒരു 50 വയസ്സാകുമ്പോഴത്തേക്ക് എത്ര ചപ്പാത്തി നമ്മൾ കഴിച്ചിട്ടുണ്ടാവും? ഒരു ലോറി നിറച്ച് കൊണ്ടുപോകാനുള്ള ചപ്പാത്തി കഴിച്ചിട്ടുണ്ടാവും അല്ലെ? ഒരു ചപ്പാത്തി ആണെങ്കിൽ ഒരു ഇഡ്ഡലി, നമ്മൾ ഇഡ്ഡലി കഴിക്കുകയാണെങ്കിൽ ഒരു 5-6 ഇഡ്ഡലിയൊക്കെ കഴിക്കും അല്ലെ? ചില സമയത്ത് 10-11 ഇഡ്ഡലികളൊക്കെ കഴിക്കുന്ന സമയങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയാം, നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. ഞാനൊക്കെ ചിലപ്പോൾ ആ ഒരു സമയത്ത് കഴിച്ചിട്ടുണ്ട്. 10-11 ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇപ്പൊ പറ്റത്തില്ല, 2-3 ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു ട്രക്ക് നിറച്ചുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം ദഹിപ്പിക്കുന്നത് ആരാണ്? ശരീരത്തിലിട്ട് നമ്മളാണോ ദഹിപ്പിക്കുന്നത്? ഇതിനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ഭഗവാനാണ് നമുക്കത്. അതാണ് ഫിസിയോളജിക്കൽ കാര്യങ്ങൾ. ഇതെല്ലാം നമുക്ക് ഭഗവാനാണ് ചെയ്തു തരുന്നത് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. ജഠരാഗ്നി ഭഗവാനാണ് അവിടെ വളർത്തിയെടുക്കുന്നത്. സോ നോക്കുക, ഈ പ്രപഞ്ചം ഓടുന്നത് എങ്ങനെയാണ്? ഒരു മിനിറ്റ്, ജസ്റ്റ് ഗിവ് മീ 1 minute. ഇത് എങ്ങനെ ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഭൂമി ഓടുന്നുണ്ടോ? ഭൂമി സ്വയം കറങ്ങുകയും ചെയ്യുന്നുണ്ട്, സൂര്യനെ ചുറ്റുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഭഗവാനാണ് നോക്കുന്നത്. സോ ഭഗവാൻ പറഞ്ഞു, ഐ ആം ദ സോഴ്സ് ഓഫ് ലൈറ്റ് ഓഫ് യദാദിത്യഗതം തേജോ ജഗദ്ഭാസയതേ അഖിലം യച്ഛന്ദ്രമസി യച്ഛാഗ്നൗ തദ്ദേജോ വിദ്ധി മാമകം.
ഇതെല്ലാം ഭഗവാനാണ് നമുക്ക് ചെയ്യുന്നത്. സോ മെയിൻറ്റെയിൻ അറ്റ് കോസ്മിക് ലെവൽ ഈസ് പ്രൊവൈഡിങ് എവറിഥിങ് ടു അസ്. ഐ എൻ്റർ ഇൻ ടു ഈച്ച് പ്ലാനറ്റ്. ഭഗവാനാണ് എല്ലാ ഓരോ പ്ലാനറ്റിലും ചെല്ലുന്നത്. ഐ ബിക്കെയിം ദ മൂൺ ഗാമാവിശ്യ ച ഭൂതാനി ധാരയാമ്യഹമോജസ പുഷ്ണാമി ചൗഷധീധ സർവ സോമോ ഭൂത്വാ രസാത്മകഃ. സോമോ ഭൂത്വാ രസാത്മകഃ. ഒരു ഫ്രൂട്ട്, ഏതെങ്കിലും ഒരു പഴം ഒരു ടേസ്റ്റ് ഇല്ലാത്തതായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. മാങ്ങ, അതിൽ ടേസ്റ്റ് വരുന്നത് എങ്ങനെയാണ്? ചന്ദ്രന്റെ ഇഫക്റ്റ് കൊണ്ടാണ്. ചന്ദ്രനാണ് അതിന് ടേസ്റ്റ് നൽകുന്നത്. നമ്മളൊരു എന്തൊരു വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ നമ്മൾ കഴിക്കുമ്പോൾ അതിലുള്ള ജ്യൂസി ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ചന്ദ്രന്റെ പ്രഭാവം കൊണ്ട് കിട്ടുന്നതാണ്. അതാണ് പുഷ്ണാമി ചൗഷധി സർവ സോമോ ഭൂത്വ രസാത്മജഃ. 13ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ഞാൻ ഓരോ ഗ്രഹത്തിലും ഉൾപോകി അവയെ എന്റെ ശക്തി കൊണ്ട് ഭ്രമണത്തിൽ ഞാൻ തന്നെ ചന്ദ്രനായി തീർന്ന എല്ലാ സസ്യങ്ങൾക്കും ജീവരസം പകരുന്നു. സോ ആ ജീവരസം പകരുന്നത് ചന്ദ്രനാണ്. The earth takes 365 days to complete one orbit. 365 ദിവസം എടുത്തിട്ടാണ് ഒരു ഓർബിറ്റ് തീർക്കുന്നത്. ഇതൊക്കെ ഈ സിസ്റ്റം ഒക്കെ ഉണ്ടാക്കിയത് ആരാണ്? കേൾക്കാൻ സാധിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ശബ്ദം വലിയതില്ല, എന്നാലും ഹരേ കൃഷ്ണ. സോ ഇതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്തു തരുന്നത് ആരാണ്? ഈ വെജിറ്റബിൾസിനുള്ള ശക്തിയും ഇതെല്ലാം കിട്ടുന്നത് എവിടെ നിന്നാണ്? ഇതിനുള്ള എനർജിയും സ്വാദും കിട്ടുന്നത് ചന്ദ്രനിൽ നിന്നാണ്. ഈ ഹരേ കൃഷ്ണ മ്യൂട്ടിലിരുന്നാട്ടെ. ഹരേ കൃഷ്ണ, ദയവായിട്ട് മ്യൂട്ടിലിരുന്നാട്ടെ. ഓക്കെ, സോറി. ഓക്കെ, സോ അപ്പോ ഇത് പേഴ്സണൽ ലെവലിൽ ഭഗവാൻ ചെയ്യുന്നതാണ്. 14ാമത്തെ ശ്ലോകത്തിൽ അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാനസമായുക്ത പചാമ്യന്നം ചതുർവിധം. ഈ 4 തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ചെന്ന് ഡൈജസ്റ്റ് ആകുന്നത് എങ്ങനെയാണ്? ഭഗവാനാണ് നമുക്ക് അവിടെ ഇരുന്നിട്ട് സകല ജീവജാലങ്ങളുമുള്ള ജീവജാലങ്ങളിലുമുള്ള ദഹനാഗ്നിയാണ് ഞാൻ. ഉൾക്കൊള്ളുന്നതും പുറത്തു തള്ളുന്നതുമായ പ്രാണവായുവിനോട് ചേർന്ന് ഞാൻ 4 വിധത്തിലുള്ള ആഹാരങ്ങളെയും ദഹിപ്പിക്കുന്നു. 4 തരത്തിലുള്ള ആഹാരങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് കടിച്ചു കഴിക്കുന്നത്, കടിച്ചു മുറിച്ച് നമ്മൾ ആപ്പിള് കഴിക്കുകയാണെങ്കിൽ കടിച്ചു വേണം കഴിക്കാൻ. ചോറുണ്ണുവാണെങ്കിൽ ച്യൂയിങ്, നമ്മൾ കടിച്ച് ചവച്ച് തിന്നുന്നു. ചോറ് കഴിക്കുമ്പോൾ ചവച്ച് കഴിക്കുന്നു, വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ ചവച്ച് കഴിക്കുന്നു. ചിലത് നക്കി കഴിക്കുന്നുണ്ട്, ലേഹ്യം, പായസം മുതലായത് നക്കി കഴിക്കുന്നത്, ലിക്കിങ്, അതുണ്ട്. അത് 3ാമത്തേത്. 4ാമത്തേത് കുടിക്കുന്നത്. ഇതാണ് 4 തരത്തിലുള്ള അന്നം എന്നുകൊണ്ട് പചാമ്യന്നം ചതുർവിധം എന്ന് പറയും. 4 തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ. ഈ 4 തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെയും ഇവിടെ ജഠരാഗ്നിയായിട്ട് ഇരുന്നു കൊണ്ട് ഭഗവാനാണ് നമുക്ക് ദഹിപ്പിക്കുന്നത്. അതിനുള്ള ശക്തിയും നമ്മൾ ആരും ഇവിടെ നിന്ന് പ്രത്യേകിച്ച് കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഭഗവാൻ ഇപ്പൊ പറഞ്ഞ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന പോലെ ഈ പറഞ്ഞ ഇതിന് എല്ലാ ശക്തികളും ഭഗവാൻ നൽകി. അതിനുവേണ്ട ജ്യൂസും എനർജികളെല്ലാം അതിൽ പ്രൊവൈഡ് ചെയ്ത് നമുക്ക് കഴിക്കുന്നതിന് വേണ്ടിയിട്ട്. നമ്മളിത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, കഴിക്കുന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ കഴിച്ചു പോയെങ്കിൽ, കഴിക്കുമ്പോൾ നമുക്ക് അതിനുള്ള ശക്തി കിട്ടുന്നതെല്ലാം അതിന്റെ ആസ്വദിക്കുന്നു. കൂടുതൽ കഴിച്ചു പോയാലോ അതിനുവേണ്ടി മെഡിസിൻസ് വേറെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കതിനുള്ള ഡൈജസ്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ്, മറ്റു പല പദാർത്ഥങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ശക്തിയായിട്ട് പരിണമിക്കും നമ്മുടെ ശരീരത്തിൽ ഇരുന്നുകൊണ്ട്. ഇതൊക്കെ ആരാ ചെയ്യുന്നത്? സോ ദിസ് ഈസ് കൃഷ്ണ ഈസ് ഡൂയിങ് ആസ് ഇൻ എ പേഴ്സണൽ ലെവൽ. നമ്മുടെ ജീവനെ നമുക്ക് സ്വന്തമായിട്ട് വ്യക്തിപരമായ രീതിക്ക് വേണ്ടി ഭഗവാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. സോ 15ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് എന്താണ്? ആ പരമാത്മാ കൃഷ്ണ ഇനിഷ്യേറ്റ്സ് ഓൾ ആക്ടിവിറ്റീസ് സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ
മത്ത സ്മൃതിജ്ഞാനമപോഹനം ച വേദൈശ സർവേരഹമേവ വേദ്യോ വേദാന്ത കൃദ്വേദവിദേവ ചാഹം. ജീവികളുടെയും ഹൃദയത്തിൽ ഞാൻ വാഴുന്നു. സ്മരണയും ജ്ഞാനവും മറവിയും എന്നിൽ നിന്നാണ് ഉളവാകുന്നത്. എല്ലാ വേദങ്ങളിലൂടെയും അറിയേണ്ടത് എന്നെ തന്നെ. വേദാന്തം ഉണ്ടാക്കിയതും വേദങ്ങളെ അറിയുന്നതും ഞാനാണ്. എല്ലാത്തിന്റെയും തുടക്കം ഭഗവാനിൽ നിന്നാണെന്ന് പറയുന്നു. വേദശാസ്ത്രങ്ങളുടെ എല്ലാം ഉദ്ദേശം എന്ന് പറയുന്നത് ഭഗവാനെ അറിയുകയാണ് എന്ന് മനസ്സിലാവുകയാണ്. സോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വേദത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ. So having concluded that he is the goal of Vedas, Krishna will speak the essence of Vedanta in the 3 verses that conclusively establishes his position as the supreme. ഭഗവാൻ പരംപുരുഷോത്തമനായ സാക്ഷാൽ ഭഗവാനാണ് എന്ന് മനസ്സിലാക്കി തരുന്ന വേദാന്തത്തിന്റെ എസൻസ്, അല്ലെങ്കിൽ വേദാന്തം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് 16 മുതൽ 18 വരെയുള്ള 3 ശ്ലോകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ നമുക്ക് നോക്കാം എന്താണ് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകം എന്താണ്. So I join with the air of life, outgoing and ingoing, and to digest the 4 kinds of foodstuff. നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പറയുകയാണ് ചെയ്യുന്നത്. So unless the Supreme Lord helps in digesting, we cannot even enjoy eating. നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ്. So I am seated in everyone's heart. അതാണ് മുമ്പ് നമ്മൾ ലാസ്റ്റ് കണ്ട ശ്ലോകം. ഭഗവാൻ എല്ലാവരുടെയും ഉള്ളില് പരമാത്മാവായിട്ട് സ്ഥിതി ചെയ്യുന്നു. And from me come remembrance and knowledge and forgetfulness. ഓർമ്മയും മറവിയും എല്ലാം ഭഗവാനിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. Imagine waking one morning unable to remember who you are. Thus we depend on the Lord for every aspect of our life, our sustenance rather. So നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ സപ്പോസ് നമ്മൾ ആരാണ് നമ്മൾ ഓർക്കുന്നില്ല എന്ന് വിചാരിക്കുക, എന്താകും സ്ഥിതി? നമ്മൾ ആരാ നമുക്ക് അറിയില്ല, ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. So we don't know who we are. But Krishna gives us remembrance. അതാണ് ഭഗവാൻ അവിടെ പറയുന്നത് നമുക്ക്. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ. By all the Vedas I am to be known. വേദേശ സർവേർ അഹം ഏവ വേദ്യോ. എല്ലാത്തിൽ നിന്നും എന്നെയാണ് അറിയേണ്ടത്. സോ ഭഗവാന്റെ ആണ് ഇനി അടുത്തത്. നമ്മൾ വേദാന്തത്തിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ ഇതിലേക്ക് നമ്മൾ പോകുന്നില്ല. സോ ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. ഭഗവാന്റെ റിലേഷൻ, സംബന്ധ, അഭിധേയ, പ്രയോജനം എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ നൗ വി ആർ ഇൻ ദ എസെൻസ് ഇൻ 3 verses. 3 ശ്ലോകങ്ങളിലൂടെ എന്താണ് ഇതിന്റെ എസെൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. സോ 2 kinds of living entities, ക്ഷര ആൻഡ് അക്ഷര. എന്താണ് ക്ഷര ആൻഡ് അക്ഷര എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. 16ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. അതിൽ നമുക്ക് മനസ്സിലാവും എന്താണ് ക്ഷര അക്ഷര. ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരക്ഷാക്ഷര ഏവ ച ക്ഷര സർവാണി ഭൂതാനി കൂടസ്ഥോ അക്ഷര ഉച്യത്തെ. പുരുഷന്മാർ 2 വിധം, തെറ്റുപറ്റാവുന്നവരും അല്ലാത്തവരും. ഭൗതിക ലോകത്തിലെ ജീവാത്മാക്കളെല്ലാം തെറ്റുപറ്റുന്നവരാകുന്നു. ആധ്യാത്മിക ലോകത്തിലുള്ള ജീവാത്മാക്കൾക്ക് തെറ്റുപറ്റുകയില്ല. സോ ജീവാത്മാവ് എന്ന് പറയുന്നത് ഈ ഭൗതിക ലോകത്തിൽ മാത്രമല്ല എന്ന് സ്പഷ്ടമാണ്. കാരണം ഭൗതിക ലോകത്തിലുള്ള ജീവാത്മാക്കൾക്ക് തെറ്റുപറ്റുന്നു. അതാണ് ക്ഷര. വി ആർ ബൗണ്ട് ടു ഡു മിസ്റ്റേക്സ്. മനുഷ്യരെന്ന് മാത്രമല്ല, ജീവാത്മാക്കൾക്ക് എന്നാണ് പറയുന്നത്. സോ എല്ലാ യോനികളിലുമുള്ള, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ശരീരം സ്വീകരിച്ചിരിക്കുന്ന ജീവാത്മാവാണെങ്കിലും അവർക്ക് തെറ്റ് സംഭവിക്കാം. അങ്ങനെ തെറ്റ് സംഭവിക്കുന്നവരാണ് വീണ്ടും വീണ്ടും ഈ ഭൗതിക ചക്രത്തിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ തെറ്റ് മനസ്സിലാക്കി ആ തെറ്റ് തിരുത്തി കഴിഞ്ഞു അതിനുള്ള മാർഗം നമ്മൾ മുമ്പ് കണ്ടു, ഇനിയും വരുന്നു. അങ്ങനെയുള്ള തെറ്റ് തിരുത്തി കഴിഞ്ഞവൻ ആധ്യാത്മിക ലോകത്തിലേക്ക് പോകുന്നു. ഹി ബിക്കംസ് അക്ഷര. ഹി ഡസന്റ് മേക്ക് എനി മിസ്റ്റേക്സ്. ഒരു പ്രാവശ്യം തെറ്റ് പറ്റി. പറയത്തില്ലേ, ഏതൊരു പോലീസുകാരനും ഒരു തെറ്റ് പറ്റും എന്ന് പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം നമ്മളൊരു തെറ്റ് ചെയ്തു ജീവാത്മാവ് എന്ന നിലയിൽ,
ആധ്യാത്മിക ലോകത്തിൽ ഇരുന്നപ്പോൾ സ്വയം ആനന്ദിക്കണം എന്ന ഒരു ആഗ്രഹിച്ചുകൊണ്ട് ആ ഒരു തെറ്റ് നമ്മൾ ചെയ്തു. ആ തെറ്റിന് വേണ്ടി നമ്മൾ ഇന്നിവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഒരു മിസ്റ്റേക്ക് ഇനി നമ്മൾ റിപ്പീറ്റ് ചെയ്യില്ല. വൺസ് വി റീച്ച് ദ സ്പിരിച്വൽ അബോർഡ്, ഭഗവാൻ ലോകത്തിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പിന്നീട് നമ്മൾ തിരിച്ചിങ്ങോട്ട് വരേണ്ടതായിട്ട് വരില്ല. പിന്നെ നമുക്ക് ഒരിക്കലും നമ്മൾ മിസ്റ്റേക്ക് നമ്മൾ ചെയ്യുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ ഹരേ കൃഷ്ണ, ജസ്റ്റ് ഗിവ് മീ 1 second. ഹരേ കൃഷ്ണ. സോ അപ്പൊ നമ്മള് ഈ തെറ്റ് മനസ്സിലാക്കിയ ഒരുവൻ തിരിച്ച് ആധ്യാത്മിക ലോകത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നീട് ആ തെറ്റ് റിപ്പീറ്റ് ചെയ്തു. സോ വൺസ് വി ഡിഡ് ദാറ്റ് മിസ്റ്റേക്ക് ഓഫ് ട്രൈയിങ് ടു എൻജോയ് വിത്തൗട്ട് കൃഷ്ണ, ഭഗവാൻ ഇല്ലാതെ സ്വയം എൻജോയ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചു. അതാണ് ക്ഷരക്ഷാക്ഷര ഏവച ക്ഷര സർവാണി ഭൂതാനി കൂടസ്ഥോ അക്ഷര ഉച്ചതേ. സോ അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ ഉള്ള ആധ്യാത്മിക ലോകത്തിലുള്ള ജീവാത്മാക്കൾ ഒരിക്കലും തെറ്റ് ചെയ്യുന്നില്ല. നമുക്കും അതിനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുന്നുണ്ട് അവിടെ ചെല്ലാനായിട്ട്. അടുത്തത് പറയുന്നത് എന്താണ്? ആരാണ് ഭഗവാൻ, ഭഗവാന്റെ പൊസിഷൻ എന്താണ് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മേദ്യുദാഹൃതഃ യോ ലോകത്രയമാവിശ്യ വിഭർത്തി അവ്യയ ഈശ്വരഃ. ഇവരെ കൂടാതെ പരമപുരുഷനായ പരമാത്മാവ് എന്നറിയപ്പെടുന്ന അവ്യയനായ ഭഗവാനുണ്ട്. അദ്ദേഹം 3 ലോകങ്ങളിലും അന്തർഗതനായി അവയെ പുലർത്തിപ്പോരുന്നു. സോ അപ്പൊ ജീവാത്മാക്കളുടെ എല്ലാം മുകളിലാണ് ഭഗവാന്റെ യഥാർത്ഥ അസ്തിത്വം. സോ ഇവരെ കൂടാതെ പരമപുരുഷനായ പരമാത്മാവ് എന്നറിയപ്പെടുന്ന അവ്യയനായ ഭഗവാനുണ്ട്. അദ്ദേഹം 3 ലോകങ്ങളിലും അന്തർഗതനായി അവയെ പുലർത്തിപ്പോരുന്നു. സോ ഭഗവാൻ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഭഗവാനാണ്. ആ ഭഗവാനാണ് ഭഗവാൻ. ഈ പറഞ്ഞ പുരുഷൻ, ഈ 2 പുരുഷന്മാരെ കുറിച്ച് പറഞ്ഞു. ആ 2 പുരുഷന്റെ മുകളില് ഒരു പരമപുരുഷനുണ്ട്, അതാണ് സാക്ഷാൽ ഭഗവാൻ. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ അറിയേണ്ട യഥാർത്ഥമായ വസ്തുത എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ അതാണ് നമുക്കിവിടെ മനസ്സിലാക്കുന്നത്. ദ സൂപ്പർ സോൾ ബിയോണ്ട് ക്ഷര ആൻഡ് അക്ഷര. 2 kinds of living entities, ക്ഷര ആൻഡ് അക്ഷര. അതാണ് തെറ്റ് ചെയ്യുന്നവർ, ഭൗതിക പ്രപഞ്ചത്തിലുള്ളവര്, ആധ്യാത്മിക ലോകത്തിലുള്ളവര്, തെറ്റ് ചെയ്യാത്തവര്. സോ ദ സൂപ്പർ സോൾ അല്ലെങ്കിൽ പരമാത്മാവ് എന്ന് പറയുന്നത് ബിയോണ്ട് ക്ഷര ആൻഡ് അക്ഷര, തെറ്റ് ചെയ്യുന്നവരും ചെയ്യാത്തവരുമായ ജീവാത്മാക്കൾ, അതായത് ഭൗതിക ലോകത്തിലുള്ളവരും ആധ്യാത്മിക ലോകത്തിലുമുള്ള ജീവാത്മാക്കൾ എന്ന് പറയുന്നവരുടെ എല്ലാം മുകളിലാണ് ഈ പരമാത്മാവ്. Now what is that? The best part of this adhyaya is chapter is coming. Having spoken about the object of worship of yogis, yogis, Paramatma, Krishna now speaks about the object of worship of the devotees, Bhagavan. സോ ഈ പരമാത്മാവിനെ കുറിച്ച് ഇവിടെ പറഞ്ഞത് യോഗികളെ കുറിച്ചിട്ടാണ്. യോഗിയും ജ്ഞാനിയും വർഷിപ്പ് ചെയ്യുന്നത് ഈ ഒരു പരമാത്മാ, ബ്രഹ്മൻ പരമാത്മാ എന്ന് പറയുന്ന ഭഗവാൻ ആ ഒരു രൂപത്തിലാണ് എങ്കിൽ, സോ കൃഷ്ണ നൗ ഈസ് ഗോയിങ് ടു സ്പീക്ക് ഓൺ ദ 18th ശ്ലോക, സ്പീക്സ് അബൌട്ട് ദ ഒബ്ജക്ട് ഓഫ് വർഷിപ്പ് ഓഫ് ദ ഡിവോട്ടീസ് ഭഗവാൻ. അപ്പം ഇത്രയും പറഞ്ഞതിന് ശേഷം ഭഗവാൻ ഇനിയും പറയാൻ പോകുന്നത് എന്താണ്? ഭക്തന്മാര് പൂജിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഭഗവാനെ കുറിച്ചിട്ടുള്ളതാണ്. അതാണ് 18ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന യസ്മാക്ഷരമതീതോഹം അക്ഷരാദപി ചോത്തമഃ അതോസ്മി ലോകേ വേദേ ച പ്രഥിത പുരുഷോത്തമഃ. സോ പ്രഥിത പുരുഷോത്തമഃ, ഇത് ജസ്റ്റ് വി ആർ നോട്ട് ഡിസ്കസിങ് ദിസ് വൺ, കാരണം ഇത് മുമ്പ് നമ്മൾ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കണ്ടതാണ്. സോ അവിടെ ഈ പറഞ്ഞ ഭഗവാന്റെ ആ ഗുണങ്ങളെ കുറിച്ചിട്ട് നമ്മൾ
കുറച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതേ ഭാഗങ്ങളാണ് നമ്മളിവിടെ, ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. സോ ഇവിടെ ഭഗവാനെ കുറിച്ച് അറിയുന്നവൻ, അതായത് നോവർ ഓഫ് എവരിതിങ് എന്നുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. യെസ്, 18ാമത്തെ ശ്ലോകത്തിൽ പറയുന്നതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. എന്താണ് പറയുന്നത്? ഇവിടെ ഞാൻ ഇന്ദ്രിയാതീതനും ക്ഷരങ്ങൾക്കും അക്ഷരങ്ങൾക്കും അതീതനും സർവശ്രേഷ്ഠനുമായതുകൊണ്ട് ലോകരും വേദങ്ങളും എന്നെ പുരുഷോത്തമൻ എന്ന് പുകഴ്ത്തുന്നു. സോ അതാണ് ഭഗവാന്റെ യഥാർത്ഥ അസ്തിത്വം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. സോ ഭഗവാന്റെ, അതാണ് നമ്മൾ മുമ്പേ ഇത് കണ്ടത്, ഈ ഒരു ഭഗവാന്റെ ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്തുക. സോ ഹൂവർ അണ്ടർസ്റ്റാൻഡ് ദിസ് വിൽ ബിക്കം വൈസ്. അങ്ങനെയുള്ള ഒരുവൻ ബുദ്ധിമാനായി തീരുന്നു. ആൻഡ് ഹിസ് എൻഡവേഴ്സ് വിൽ നൗ നോ പെർഫെക്ഷൻ. അങ്ങനെയുള്ളവന് ഭഗവാന്റെ ഏറ്റവും പരമമായ പദത്തിലേക്ക് എത്താൻ സാധിക്കുന്നു. നോവർ ഓഫ് കൃഷ്ണ നോസ് എവരിതിങ്. അതാണ് നമ്മൾ ഇവിടെ കണ്ടത്. സോ ആ ഒരു വ്യക്തിക്ക് എല്ലാം അറിയാൻ സാധിക്കുന്നു. അതാണ് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. യോ മാമേവ സമ്മൂഢോ ജാനാതി പുരുഷോത്തമം സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. എന്നെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ എന്ന നിസ്സംശയം അറിയുന്നവർ എല്ലാം അറിയുന്നവരാണ്. ഹേ ഭാരത, അതുകൊണ്ട് അവർ എന്റെ ഭക്തിയുത സേവനത്തിൽ പൂർണ്ണമായും മുഴുകിയിരിക്കുന്നു. So Krishna will now speak about the position and disposition of a person who has assimilated the essence of the last 3 verses, especially that Krishna is the supreme. ഭഗവാൻ ആണ് ഏറ്റവും പരമദിവ്യോത്തമ പുരുഷൻ എന്ന് മനസ്സിലാക്കിയ ഒരുവനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവന് എല്ലാം അറിഞ്ഞവനാണ്. അത് തന്നെ നമ്മൾ 15ാമത്തെ അധ്യായം, ഇപ്പൊ ഈ അധ്യായത്തിൽ 15ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതി ജ്ഞാനമപോഹനം ച വേദൈശ സർവേർ അഹം ഏവ വേദ്യോ. വേദങ്ങളുടെ എല്ലാം ഉദ്ദേശം എന്ന് പറയുന്നത് എന്നെ മാത്രം അറിയുക എന്നുള്ളതാണ്. അത് തന്നെയാണ് പറയുന്നത് ഇവിടെ. കൃഷ്ണൻ ദിവ്യോത്തമ പുരുഷനാണ് എന്ന് മനസ്സിലാക്കിയ ഒരുവന് എല്ലാം അറിയാം. He is the knower of everything. He doesn't have to know anything further. കാരണം അത് അൾട്ടിമേറ്റ് ആണ്. അതൊരു ഡിവോട്ടിക്ക് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ only a devotee can reach to that stage. അല്ലാത്തവര് ബ്രഹ്മജ്യോതിയിലോ പരമാത്മ സ്റ്റേജിലോ ഉടക്കി നിന്നു പോകും. സോ അടുത്തത് സമ്മറി ആൻഡ് ഫലശ്രുതി. ഈ അധ്യായം പഠിക്കുന്നതുകൊണ്ടുള്ള, അല്ലെങ്കിൽ ഇതിന്റെ മഹത്വം, ഈ വിവരം അറിഞ്ഞവന്, ഈ വസ്തുത മനസ്സിലാക്കിയവന്, ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാ നഖ ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാദ് കൃതകൃതസ്യ ഭാരത. ഹേ പാപരഹിത, ഞാൻ ഇപ്പോൾ ഉപദേശിച്ച ഈ ജ്ഞാനം വേദഗ്രന്ഥങ്ങളിലെ അതിരഹസ്യമായ ഭാഗമാണ്. ഇതറിയുന്നവർ ബുദ്ധിശാലികളാവും, അവരുടെ പ്രയത്നങ്ങൾക്ക് പൂർണ്ണത കൈവരും. സോ അതാണ് നമ്മൾ ഇപ്പൊ ലാസ്റ്റ് ഇത് കണ്ടത്. സോ ആൻഡ് ഹിസ് എൻഡവേഴ്സ് വിൽ നോ പെർഫെക്ഷൻ. ഇപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്ത കാര്യമാണ്. ഇത്ര വളരെ ഏറ്റവും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള നോളജുകളിൽ ഒന്നാണിത്. ഈ വിവരം അറിഞ്ഞവന് എല്ലാം അറിയാം, അവൻ ചെയ്യുന്ന പ്രവൃത്തികളും സമ്പൂർണ്ണമാകും. സോ ഇതാണ് നമ്മൾ പഠിക്കുന്ന 15ാമത്തെ അധ്യായം. സോ ഹോം എന്ന് പറഞ്ഞാൽ ഹോം ഓർ ഹോട്ടൽ, ഏത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഹോട്ടലിൽ പോയി താമസിക്കണോ അതോ യഥാർത്ഥ നമ്മുടെ വീട്ടിൽ പോയി താമസിക്കണോ? ഹോട്ടൽ എന്ന് പറയുന്നത് കുറച്ചു നാളത്തേക്ക് നമ്മൾ ജീവിച്ചുവിടെ. സോ ദാറ്റ് ഇസ് മോർ ദാൻ ഇനഫ്. ഇന്ന് നമ്മുടെ ഹോട്ടലാണ് ഏത് ഭൗതിക ലോകം. ഈ ഭൗതിക പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മൾ താമസിച്ച ഹോട്ടലാണ്. ഇവിടെ നമ്മൾ താമസിക്കണമെങ്കിൽ വി ഹാവ് ടു പേ ഫോർ എവറിത്തിങ്. വി ഹാവ് ടു പേ ഫോർ എവറിത്തിങ്. നമ്മൾ എന്തിവിടെ അനുഭവിക്കണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ധനം കൊടുത്തേ പറ്റൂ. ധനം എന്ന സെൻസ് മേ ബി ഇൻ എ മോണിറ്ററി, അല്ലെങ്കിൽ അത് മോണിറ്ററി എന്നുള്ള രീതിയിലല്ല, നോട്ട് മേ ബി, സോറി, അത് ഒരു പൈസയുടെ രൂപത്തിലായിരിക്കത്തില്ല, നമ്മുടെ കർമ്മത്തിന്റെ ഫലത്തിന്റെ രൂപത്തിലായിരിക്കണം. അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ അനുഭവിക്കേണ്ടി വരും. സോ ഭഗവാൻ അതുപോലെ ഓൺ ആൻഡ് ഓൺ, ഓവർ ആൻഡ് ഓവർ അഗെയിൻ. ഭഗവാൻ എങ്ങനെ ഈ മെയിൻറ്റെയിൻ ഓഫ് ബോഡീസ്, മൈൻഡ് ആൻഡ് സോൾ, ഇതിനെ എങ്ങനെ ഭഗവാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഏതൊക്കെ തരത്തിൽ നമുക്ക് വേണ്ട ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. അതിനുശേഷം ആ 3 ശ്ലോകങ്ങൾ, ഭഗവാന്റെ യഥാർത്ഥ പൊസിഷനെ കാണിക്കുന്ന ആ 3 ശ്ലോകങ്ങൾ നമ്മൾ കാണുകയുണ്ടായി.
So thank you so much. Hare Krishna. So നാളെ ഇത് chapter 16 നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. അടുത്ത അധ്യായം എന്ന് പറയുന്നത് ഡിവൈൻ ആൻഡ് നോട്ട് ഡെമോണിയാക് നേച്ചേഴ്സ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. So ഗ്രന്ഥരാജ് ശ്രീമദ് ഭഗവത്ഗീത കി ജയ്, ശ്രീ പ്രഭുപാദ് കി ജയ്. ഗൗർ സിദ്ധാർത്ഥ പ്രേമാനന്ദേ ഹരി ഹരി ബോൾ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. അല്ലെങ്കിൽ any comments or any additions or deletions, please welcome. Hare Krishna. ഹരേ കൃഷ്ണ. ദയവായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് മുമ്പോട്ട് വന്നാട്ടെ. ഹരേ കൃഷ്ണ പ്രഭു. സോറി പ്രഭു, ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ അറിയില്ല, നെറ്റ് ഇഷ്യൂ ഉണ്ട്. അതായത് 17, 18, 19 അപ്പൊ ആഭിധേയാണോ പ്രഭു? 17, 18, 19 ശ്ലോകങ്ങള് 17, 18 അല്ല, നമ്മള് അത് നമുക്കതിനെ അങ്ങനെ തിരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അറിയുകയാണ് ചെയ്തത്. വേദേശ സർവേർ അഹം ഏവ വേദ്യോ, എന്നെ കുറിച്ച് അറിയുക എന്നുള്ളത് 15ാമത്തെ ശ്ലോകത്തിൽ അത് അത് സംബന്ധമായിട്ട് പറയാം. 16 മുതൽ 18 വരെയുള്ളത് അഭിധേയായിട്ട് പറയാം. പിന്നെ ലാസ്റ്റിലുള്ളത് പ്രയോജനമായിട്ട് പറയാം. കറക്റ്റ്, മതി, ഒബ്സർവേഷൻ കറക്റ്റ് ആണ്. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഹരേ കൃഷ്ണ. ഇന്ന് ആർക്കും ചോദ്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. വളരെ ഹെവി സബ്ജക്റ്റ് ആയിരുന്നോ അതോ ഈസി ആയിരുന്നോ അതോ ഒന്നും മനസ്സിലായില്ലയോ? എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിവേ, സോ നോ പ്രോബ്ലം. വേറെ ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എസ് അജിത മാതാജി, എനി ചോദ്യം, എനി ക്വസ്റ്റ്യൻ? ഹരേ കൃഷ്ണ. മനസ്സിലായി. മനസ്സിലായി. ഓ, താങ്ക് യു സോ മച്ച് മാതാജി. ഹരേ കൃഷ്ണ.